ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമഃ. ഗജാനനം ഭൂതഗണാധിസേവിതം കവിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ. ഓം ശ്രീ മഹാസരസ്വതീ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. കോമളം കൂചയൻ വേണും ശ്യാമളോയം കുമാരക, വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭോ, നിർമായശേതേ യദമൂഷു പൂരുഷ, ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക, സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. സംപൂജ്യരായ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും സന്യാസിനിമാർക്കും മറ്റെല്ലാ ഭക്തവൃന്ദത്തിനും സജ്ജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് തത്വകഥനത്ത് തന്നിരിക്കുന്ന വിഷയം ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളും വൃന്ദാവന ലീലകളുമാണ്. വളരെയധികം അധ്യായങ്ങളിൽ നീണ്ടുകിടക്കുന്നതാണ്. ദശമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം തൊട്ട് 33-ാമത്തെ അധ്യായം വരെ നീണ്ടുകിടക്കുന്ന കഥകളാണ്. പറഞ്ഞെത്തിക്കാൻ സാധിക്കുമോ? ഈ പ്രവർത്തൃപീഠത്തിൽ ഇരിക്കാൻ ഞാൻ അർഹയാണോ? ഒക്കെ ഭഗവാന്റെ കരുണാകടാക്ഷം സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇരുന്ന് എനിക്ക് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അത് ധന്യമാക്കി തീർക്കാൻ എല്ലാവരും അനുഗ്രഹിക്കണേ എന്ന് പറയണം. ഈ ശ്രീമദ് ഭാഗവതം നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. എന്താണ് ആ സന്ദേശം? അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം പിബത ശുഗഗാധാതുലസുധാം, കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ, പരീക്ഷി സാക്ഷീയത് ശ്രവണഗത മുക്തിയുക്ത കഥനേ മുക്തിയുക്തി കഥനേ. ഈ സംസാരം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ടുള്ളതാണ്. ആ അർത്ഥശൂന്യമായിട്ടുള്ള ഈ സംസാരത്തിൽ ഇന്ദ്രിയ സുഖ തൃഷ്ണയാകുന്ന ബുദ്ധിയോടുകൂടി ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും ഭാഗവതം ഒരു സന്ദേശം നൽകുകയാണ്. നമ്മൾ ഈ ശ്രീ ശുഗ ബ്രഹ്മർഷി പാടിയ ആ അതുല്യമായ ആ ഭാഗവത കഥ അമൃതസുധ പാനം ചെയ്യൂ, വീണ്ടും 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 അത് ശ്രവിച്ച് കാതുകളെ ധന്യമാക്കൂ എന്ന് പറയാണ്. എന്താ കാരണം? നമ്മൾ ഓരോരുത്തരും ഈ സംസാരത്തിൽ കിടന്നിട്ട് ഓരോരോ കുപഥേ കുൽസിത കഥേ, തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന തരത്തിലുള്ള കുൽസിത കഥകൾ കേട്ട് നമ്മുടെ ബുദ്ധിയൊക്കെ ആകെ മലിനമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ആ മലിനമായി തീർന്നിരിക്കുന്ന ഈ കുൽസിത കഥകളെ കൊണ്ടൊക്കെ എന്താ നമുക്കൊരു പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ ഭാഗവതം വീണ്ടും 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 വായിച്ച് കേട്ട് മനസ്സിനെ ധന്യമാക്കൂ. അങ്ങനെ ഭക്തി വർദ്ധിച്ച് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ലയിക്കാനുള്ള ആ അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഭാഗവത് ഒരു സന്ദേശം നൽകുകയാണ്. അപ്പോൾ ഈ ഭക്തിയാണ് നമുക്ക് മുക്തിക്കുള്ള മാർഗം. മുക്തി എന്ന് വെച്ചാൽ സംസാര സുഖദുഃഖങ്ങളിൽ നമുക്ക് മോചനം നേടാനുള്ള ഒരു മാർഗം. അപ്പോൾ ആ ഭക്തി എങ്ങനെ ഉണ്ടാവും? കപില മഹർഷി അമ്മയോട് പറഞ്ഞു കൊടുത്തു. എന്താണ്? മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മയി സുരസരിതോഘപ്രജ്ഞ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി എങ്ങനെ ഉണ്ടാവുക? മമ ഗുണഗണ ലീല ആകർണനൈഹി, എൻ്റെ ഭഗവാൻ തന്നെ പറയാണ്, എൻ്റെ
കപില ഭഗവാന്റെ അവതാരമാണല്ലോ. ഭഗവാൻ പറയാണ്, എൻ്റെ ഗുണഗണങ്ങളിങ്ങനെ കേൾക്കുക കേൾക്കുക കേൾക്കുക. അതിങ്ങനെ കേൾക്കും തോറും അറിയാതെ നമുക്കത് കീർത്തനം ചെയ്യാൻ തോന്നും. അങ്ങനെ കീർത്തനം ചെയ്ത് നമുക്ക് ആ ഭഗവാന്റെ ഓരോരോ ലീലകളും കഥകളും ഇങ്ങനെ സ്മരിച്ച് സുരസരിതോഘപ്രഖ്യചിത്താനുവൃത്തി. ആ സുരസരിത്ത് ഗംഗാപ്രവാഹം പോലെ ആനന്ദാശ്രുക്കൾ ഇങ്ങനെ ഒഴുകിയിട്ടുള്ള ആ ചിത്തവൃത്തിയോടുകൂടി മനസ്സിലത്തെ സകല മാലിന്യങ്ങളും തീർന്ന് ഈ ഭക്തിയോട് വർദ്ധിച്ചാൽ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ തീരും. അങ്ങനെ ആ മാലിന്യങ്ങളൊക്കെ തീർന്ന് നമുക്ക് ഉത്തുംഗമായ പദവിയിൽ എത്തിക്കാനായിട്ട് ഉള്ള പടിയാണ് ഭവതി പരമഭക്തി, പരമമായ ഭക്തി. ഈ ഭക്തിക്ക് ഒരു ആവശ്യവുമില്ല ഭഗവാനോട്, ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാം അങ്ങോട്ട് സമർപ്പിക്കുക. സമർപ്പണ ബുദ്ധിയോടുകൂടെ ഭക്തിയാണ് ഭഗവാൻ ആവശ്യം. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല, അഹൈതുകി എന്നാ പറഞ്ഞേക്കണം. ഓരോ കാരണങ്ങൾക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഭഗവാനെ ഭജിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഭക്തി വന്നാലോ സാഹി മൃത്യോർ വിജേത്രി, മരണത്തെ തരണം ചെയ്യാൻ സാധിക്കുന്ന, മരണത്തെ ജയിക്കാന്ന, മരിക്കാതിരിക്കുക എന്നല്ല. മരണമൊക്കെ നിസ്സാരമായിട്ട് തോന്നും, കാരണം മരിക്കുന്നില്ല. നമ്മൾ ശരീരമല്ല, ആത്മാവാണ്. അതുകൊണ്ട് ന ജായതേ മ്രിയദേവ കഥാചിത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ. അപ്പോൾ ഈ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവിന് ഒരിക്കലും ജനനമില്ല, ഒരിക്കലും മരണമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആ പരമഭക്തി ഉണ്ടാവാനായിട്ടുള്ള കഥാഭാഗങ്ങളാണ് ഈ ദശമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12 ലക്ഷണങ്ങളുള്ള ഈ ഭാഗവതത്തിലത്തെ 9 ലക്ഷണങ്ങളുടെയും വിശുദ്ധ്യർത്ഥം, നവാനാം വിശുദ്ധ്യർത്ഥം ദശമം. ആ ഈ ദശമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ലീല അവതാര കഥകളാണ്. ഈ ലീലകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഈ ലീലകളിലൊക്കെ ഓരോ തത്വങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ലീല അവതാര കഥകൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിത്തവൃത്തി നിരോധം, അതാണ് ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം. ചിത്തവൃത്തികളെ നിരോധനം ചെയ്യുക. എന്താണ് ചിത്തവൃത്തികൾ? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ പൈശൂന്യ അഹങ്കാര, അനേകം ചിത്തവൃത്തികളുണ്ട്. ഈ ചിത്തവൃത്തികളെയൊക്കെ അങ്ങനെ നിരോധിക്കുക, തടയുക. അതെങ്ങനെ? ഓരോരോ കഥകൾ കേട്ട് നമ്മുടെ മനസ്സിലുള്ള ഓരോ ദോഷങ്ങളും അങ്ങോട്ട് തീർന്നിട്ട് മനസ്സൊക്കെ പവിത്രമായാൽ അടുത്ത സ്കന്ധമായ മുക്തി സ്കന്ധത്തിലേക്ക് നമുക്ക്, ആ ഏകാദശ സ്കന്ധമായ മുക്തിസ്കന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിനുതകുന്ന കഥകളാണ് ഈ ഭാഗവതം ദശമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഈ ദേവകീ വസുദേവന്മാരുടെ വിവാഹ സമയത്ത് കംസൻ അവരുടെ തേര് കളിച്ച് പോകുമ്പോൾ വഴിക്ക് വെച്ചൊരു അശരീരി കേട്ടു. കംസ, ഈ ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ നിൻ്റെ അന്തകനായിത്തീരുമെന്ന് കേട്ടപ്പോൾ അന്നു മുതൽ ഈ കംസന് ഈ ദേവകി വസുദേവന്മാരുടെ ആ പുത്രന്മാരുടെ ചിന്തയായിരുന്നു. അതുകൊണ്ട് ഈ ദേവകി പ്രസവിച്ചുണ്ടാകുന്ന എല്ലാ കുട്ടികളെയും 1, 2 അങ്ങനെ 6 കുട്ടികളെ വസുദേവർ കൊന്നു. അതങ്ങനെ വട്ടശില വെച്ചിരിക്കുകയാണ്. ആ വട്ടശിലയിൽ ഇങ്ങനെ തച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ 7ാമത്തെ ഗർഭം ഈ ശേഷൻ്റെ വംശാവതാരമാകയാൽ ആ കുട്ടിയെ എന്തായാലും രക്ഷപ്പെടുത്തണം. മറ്റത് 6 പേര് മരീചിയുടെ 6 പുത്രന്മാരാണ്. അങ്ങനെ ഓരോ കാരണം കൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ ജനിച്ചത്. അപ്പോൾ അവർക്ക് അത്രേ ആയുസുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഭഗവാൻ തന്നെ അവരെ കൊല്ലാനൊരു കാരണം ഉണ്ടാക്കിയെന്ന് മാത്രം. അങ്ങനെ 7ാമത്തെ കുട്ടിയായിട്ടുള്ള അനന്തൻ്റെ അംശാവതാരം വസുദേവരുടെ തന്നെ വേറൊരു പത്നിയായ രോഹിണീ ദേവിയിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ആ രോഹിണീ ദേവിയിൽ വസുദേവൻ്റെ പുത്രനായിട്ട് ബലരാമസ്വാമി ജനിച്ചു. പിന്നീട് അടുത്തത് 8ാമത്തെ ഗർഭമായിരിക്കുന്ന ഭഗവാനാണ് ജനിക്കേണ്ടത്. ഈ ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ടൂടെ ജീവിക്കുകയാണെങ്കിൽ തൻ്റെ അവതാര ഉദ്ദേശങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഭഗവാൻ യോഗമായാദേവിയെ വിളിച്ച് പറയാണ്, മായാദേവി ഒരു കാര്യം ചെയ്യണം. ഈ വസുദേവരുടെ ഗർഭം, ദേവകീതയുടെ ഗർഭം ആകർഷിച്ച് രോഹിണിയിലാക്കിയതുപോലെ ദേവി ഇനി യശോദാദേവിയുടെ ഗർഭത്തിൽ ഭൂജാതമാവണം. ഞാൻ ഇവിടെയും ജനിക്കാമെന്ന് പറഞ്ഞ് ഭഗവാൻ ദേവകീദേവിയുടെ പുത്രനായിട്ട് നന്ദഗോപരുടെയും യശോദയുടെയും മകളായിട്ട് യോഗമായാദേവിയും കുടികൊണ്ടു. അങ്ങനെ യഥാസമയത്ത് ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ അവതരിച്ചു എന്നാ. എങ്ങനെയാണ്? ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടിയ മഞ്ഞപ്പട്ടൊക്കെ ചാർത്തിയ ആ ഭഗവാന്റെ ഒരു ശിശുവായിട്ടുള്ള രൂപം. ഈ ഭഗവാൻ എത്രയോ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അത്ര രൂപമുള്ളവനുമാണ്. പരമാണുവിൽ പരമാണുവാണ്. ആ അണുവിൽ അണുവായ അണീയാൻ മഹതോ മഹീയാൻ. അപ്പോൾ മഹീയാനായിരിക്കുന്ന ആ ഭഗവാൻ അണുവായിട്ടുള്ളൊരു ശിശുവായിട്ട് ഈ ദേവകീയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അങ്ങനെ
തമദ്ഭുതം, അങ്ങനെ ആ ദേവി പ്രസവിച്ചു. അപ്പോൾ ആ കുട്ടി എങ്ങനെയായിരുന്നു? അദ്ഭുതം ബാലകമംബുജേക്ഷണം. സാധാരണ ബാലകനല്ലായിരുന്നു, അദ്ഭുത ബാലകനായിരുന്നു. ഈ ഭാഗവതത്തിലുടനീളം ഈ ഭഗവാനെ അദ്ഭുത എന്നുള്ള വാക്കുകളെ കണ്ടാണ് ഹരേര അദ്ഭുത കർമ്മണ, അദ്ഭുത ലീലകളാണ് ഭഗവാന്റെയൊക്കെ. അങ്ങനെയുള്ള അദ്ഭുത ബാലകനായിരിക്കുന്ന ഭഗവാന്റെ ജനനം, ആ ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ ദേവകി വസുദേവന്മാരൊക്കെ സ്തുതിച്ചു. അപ്പോൾ പറയാണ്, ഈ രൂപം കണ്ട എനിക്ക് കൈക്കൊള്ളണേ എന്ന് ദേവകി ദേവിയുടെ അപേക്ഷ അനുസരിച്ച് സാധാരണ ശിശുവായി വസുദേവരോട് പറയാണ്, എന്നെ എടുത്ത് കൊണ്ടുപോയി ആ നന്ദഗോപഗ്രഹത്തിലാക്കി അവിടെയുള്ള കുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഭഗവാനാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ആജ്ഞ പരിപാലിക്കാൻ തയ്യാറായി. ഈ സമയത്ത് ഗംഭീര മഴ ഇടിവെട്ടൊക്കെ നടക്കുന്നുണ്ട്. മഴ പെയ്യുന്നത് കൊണ്ടും ആ യോഗമായതിയുടെ പ്രഭാവം കൊണ്ടും എല്ലാ കംസഭൃത്യന്മാരൊക്കെ ഉറങ്ങിക്കിടക്കുക. വാതികളൊക്കെ പൂട്ടിയതൊക്കെ അറിയാതെ തുറന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വസുദേവർ കൊണ്ടുപോയി അവിടെ ദേവകി നന്ദഗോപരഗ്രഹത്തിലുള്ള ആ യോഗമായാദേവി അങ്ങോട്ട് എടുത്തിട്ട് ഭഗവാനെ അവിടെ കെടുത്തി ഇങ്ങോട്ട് പോന്നു എന്നാണ്. ആ യോഗമായാദേവി ഈ ജയിലിൽ അങ്ങോട്ട് വന്നപ്പോൾ ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു. ആ കരച്ചിൽ കേട്ടപ്പോൾ ഭടന്മാരൊക്കെ ഉണർന്നു. അറിയാതെ ആ മായയുടെ ശക്തിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഉണർന്നു. ഓടിപ്പോയി കംസനെ അറിയിച്ചു. കംസൻ ഓടി വന്ന് നോക്കിയപ്പോൾ പെൺകുട്ടിയാണ്. പറഞ്ഞ അശരീരി വാക്ക് ആൺകുഞ്ഞാണ്, പക്ഷെ ഇവിടെ പെൺകുട്ടിയാണ്. ദേവകി പറഞ്ഞു, ഇനി പെൺകുട്ടിയാണ്, ഇതിനെ കൊല്ലരുത്. ആ വാക്കൊന്നും അനുസരിക്കാതെ പിടിച്ചു വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ കൊല്ലാനായിട്ട് ചില വട്ടക്കല്ലിൽ തഥാ തച്ചത തലപൊടിയാക്കിയിടുവാൻ കംസമൂഢൻ വട്ടം കൂട്ടും ദശായാം അവനുടയ കരത്തട്ടുലച്ചിട്ടു ചാടി. പെട്ടെന്ന ആത്മീയ ഭാവത്തോടു ഗഗനതലേ നിന്നു ശോഭിച്ച തായേ പുഷ്ടശ്രീ വിഷ്ണുമായേ ശുഭമരുളുകയേ നിൻപദം കുമ്പിടുന്നേൻ. ആ കല്ലിൽ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ പാദം പിടിച്ചിട്ടുള്ള ആളല്ലേ, അന്ന് ആ കംസനെ ഉപദ്രവിക്കാൻ നോക്കിയില്ല, നേരെ മേൽപ്പെട്ട് അങ്ങോട്ട് പോയി. വികസ തഷ്ടബാഹുസ്ഫുരത് 8 കൈകളോടുകൂടി ആ ദേവി അങ്ങോട്ട് നിന്നിട്ട് പറയണം, നൃശംസതര കംസ, ദുഷ്ടനായിട്ടുള്ള കംസ, നിന്നെ ദ്രോഹിക്കാനായിട്ട് വന്നിട്ടുള്ള ആളല്ല ഞാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കാനുള്ളവളാണ്. പക്ഷെ നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ എവിടെയോ ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ടത് ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷമായി. അങ്ങനെ ഈ കംസനപ്പോൾ ആകെ മൂഢത്തായി. കാരണം ഈ അശരീരി വാക്ക് തെറ്റാവെന്ന് വിചാരിച്ചിട്ടില്ല. കൃഷ്ണൻ അല്ല 8ാമത്തെ പുത്രൻ കൊല്ലുന്നാ പറഞ്ഞത്. അപ്പോൾ പുത്രിയായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക മനസ്സിലാകൊരു ഇതായി. അങ്ങനെ നേരെ ദേവകി വസുദേവന്മാരിൽ നിന്ന് ക്ഷമായാചന ചെയ്യുകയാണ്. ഞാൻ അശരീരി തെറ്റാവെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചെയ്തൊക്കെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അവരെ ജയിലിൽ നിന്നൊക്കെ മോചിപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സഭ കൂടിയപ്പോൾ ആ സദസ്സിൽ വെച്ചിട്ട് പ്രാതപ്രലംബ പ്രമുഖാനമാത്യാൻ സർവാൻ സമാഹൂയ, പ്രലംബ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ മന്ത്രിമാരെയും ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ ഇരുത്തി ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇപ്പോൾ കംസൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ പശ്ചാത്താപം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ വാക്കുകൊണ്ട് കേട്ടപ്പോൾ അറിയാതെ മനസ്സിൽ വീണ്ടും രോഷം വരികയാണ്. അവർ പറയാണ്, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങേടേക്കൊരു അന്തകനുണ്ടെങ്കിൽ ആ അന്തകനെ ഞങ്ങൾ അന്ത്യം വരുത്തിക്കോളാം എന്ന് പറഞ്ഞു. ഇതോട് കേട്ടപ്പോൾ കംസന് വീണ്ടും വീര്യായി. അപ്പോൾ കംസൻ പറഞ്ഞു, ആരാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭൂമിയിൽ ബ്രാഹ്മണരും ഭഗവാന് ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ യജ്ഞയാഗാദികളൊക്കെയാണ് ഭഗവാൻ ഇഷ്ടം, അതുകൊണ്ട് അതൊക്കെ ഇങ്ങോട്ട് മുടക്കുക, അവരെയൊക്കെ ഇങ്ങോട്ട് ഉപദ്രവിക്കുക, ഈ ബ്രാഹ്മണരെയൊക്കെ ഉപദ്രവിക്കുക, സജ്ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുക. അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കംസൻ. എന്നിട്ട് ഭൃത്യന്മാരിൽ വെച്ചിട്ട് ഏറ്റവും തയ്യാറായിട്ടുള്ള ആളെ, ഇന്നേക്ക് 10 ദിവസം മുമ്പ് 10 ദിവസത്തിന് ശേഷം ഇന്ന് തൊട്ട് 10 ദിവസം വരെ ജനിച്ചിട്ടുള്ള കുട്ടികളെ കണ്ടു കൊന്നാൽ അതിൽ അന്തകൻ പെടും എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ആരാണ് ആദ്യം പുറപ്പെട്ടത്? നാം പുറപ്പെടാന്ന് പറഞ്ഞ് പൂതന പുറപ്പെട്ടു. ആരാ പൂതന? പൂതന എന്ന് പറഞ്ഞാൽ പൂതന്ന പരിശുദ്ധി ഇല്ലാത്തവളാണ്. അപ്പോൾ അജ്ഞാനം കൊണ്ടാണല്ലോ എല്ലാറ്റിനെയും നശിപ്പിക്കാനുള്ള ആൾക്കാർക്കുള്ള തോന്നലുണ്ടാവുക. ആ പൂതന എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനാണ്, അവിദ്യയാണ്. ഈ അവിദ്യ കൊണ്ടാണ് നമുക്ക് മറ്റെല്ലാ പാപകർമ്മങ്ങളും ചെയ്യാൻ പ്രേരണ വരുന്നത്. അങ്ങനെ പൂതന എന്ത് ചെയ്തു? തൻ്റെ ഉള്ളിലുള്ള പൂതത്തൊക്കെ മറച്ചു വെച്ചിട്ട് അതിസുന്ദരിയായിട്ടുള്ള വേഷത്തിലാണ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഓരോരോ വീടുകളിൽ നിന്ന് വിഷം പുരട്ടിയ മുലകെടുത്തിട്ട് ഓരോരോ കുട്ടികളെ ഇങ്ങനെ കൊല്ലുകയാണ്. അങ്ങനെ കൊന്നു കുറേ കുട്ടികളെ ഇങ്ങനെ കൊന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദഗോപര് അവരുടെ നാട്ടിലെ കൃഷിയൊക്കെ നന്നായിട്ട് വളർന്നാൽ ആ കൃഷിക്ക് വേണ്ട ഇതൊക്കെ തന്നിട്ടുള്ള രാജാവിന് അതിന് വേണ്ട കപ്പം കൊടുക്കണം. അതിനുവേണ്ടി നന്ദഗോപര് കപ്പം കൊടുക്കാനായിട്ട് മധുരാ നഗരിയിലേക്ക് പോയി. ആ സമയത്താണ് പൂതന വരവ്. അപ്പോൾ രാക്ഷസീയ ഭാവമൊക്കെ മറിച്ച് ലളിത ഭാവ വിലാസഹൃതാത്മഭി,
ലളിതഭാവമാണ്. ആര് കണ്ടാലും ഒന്നും നോക്കിപ്പോവും. മഹാലക്ഷ്മിയാണോ? എല്ലാവർക്കും അത്ഭുതമായി. അങ്ങനെ നോക്കി, മഹാലക്ഷ്മി നടന്നു വരുന്ന പോലെയാണ് നടന്നു വരുന്നത്. എല്ലാവരും ഇങ്ങനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടന്നു വരണപ്പോൾ ഗോപസ്ത്രീകൾക്കൊക്കെ അത്ഭുതമായി. ഈ ഗോപസ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, യശോദ നന്ദഗോപരുടെ വീട്ടിലെ ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ അവിടെ ഒരു ഉത്സവം തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അവരവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാതെ എല്ലാ ഗോപസ്ത്രീകളും ഇടയ്ക്ക് വരും ഈ കുട്ടിയെ കാണാൻ വേണ്ടി. അത്ര ആകർഷണ ശക്തിയായി ഈ കുട്ടിയെ കാണാനായിട്ട് അവിടെ വന്നു ചേരും. അങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് പൂതന വരുന്നത്. കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പൂതന വന്നു, അവരൊക്കെ ആകർഷിച്ചതുകൊണ്ട് അകത്ത് പോയി കുട്ടിയെ എടുക്കണമെന്നും ഒന്നും അവർ ഇങ്ങനെ നിർനിമേഷമായി നോക്കി എന്നുള്ളത് ഒന്നും പറയാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ആ കുട്ടിക്ക് വിഷം കലർന്ന മുലകൊടുത്തപ്പോൾ ഭഗവാനെ എല്ലാം അറിയാവുന്നുള്ള സർവ്വ അന്തര്യാമിയല്ലേ ഭഗവാൻ. അപ്പം ഈ പൂതനയ്ക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ മുക്തി കിട്ടണം എന്ന് ഭഗവാൻ ഒരു വിചാരം. അതുകൊണ്ട് പാഞ്ചജന്യമിവ പൂതനാസ്തനം പാണി പല്ലവയുഗേന പീഡയൻ ആനനേന മധുശത്രുരാന്തരാനാഥദേശതു തതസമീരണാൻ. ഈ പാഞ്ചജന്യം പിടിക്കുന്ന പോലെ ആ സ്ഥലം പിടിച്ച് സുഖമായിട്ട് ആ ഇതിലുള്ള ആ വിഷമൊക്കെ അങ്ങോട്ട് കളഞ്ഞ് അങ്ങനെ പാനം ചെയ്ത് ആ ശരീരത്തിലുള്ള ജീവനെയും കൂടിയും ഭഗവാൻ വലിച്ചെടുത്തു എന്നാണ്. അങ്ങനെ ജീവനും കൂടിയും വലിച്ചെടുത്തപ്പോൾ ആ പൂതന അവിടെ അങ്ങനെ മറഞ്ഞു വീണു. ഒരു വൻമരം പോലെയാണ്, വലിയൊരു മരം പോലെ, ചിലതിൽ പറഞ്ഞു വലിയൊരു പർവ്വതം പോലെയെന്ന്. ഇങ്ങനെ വീണ് കിടന്നു പൂതന. ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോൾ ആ പൂതനയുടെ മാറിലിരിക്കുന്ന തൻ്റെ കൊച്ചു ബാലനെയാണ് കണ്ടത്. എല്ലാവർക്കും പരിഭ്രമായി. കുട്ടിയൊന്നും പറ്റിയില്ലല്ലോ ഇത് കാരണം എന്ന് വിചാരിച്ച് ആ കുട്ടിയെടുത്ത് എല്ലാവരും അപകടമൊന്നും ഇല്ലാതിരിക്കാൻ ആ കുട്ടിയെ തന്നെ, ആ ഭഗവാനെ തന്നെ ഓരോരോ അംഗങ്ങളിലും ഇന്ന ഭഗവാൻ രക്ഷിക്കട്ടെ, കേശവൻ രക്ഷിക്കട്ടെ, മാധവൻ രക്ഷിക്കട്ടെ, ഭഗവാനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാനെ തന്നെ വിളിക്കുക. അങ്ങനെ അവർ വിളിച്ച് ആ കുട്ടിയുടെ ഇതൊക്കെ നിർത്തി പൂജയൊക്കെ നിർത്തിയ സമയത്താണ് നന്ദഗോപർ കപ്പം കൊടുത്ത് വസുദേവരെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. അവിടെ വെച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം വിവരങ്ങളൊക്കെ പറഞ്ഞ് പോരെ, ഇവിടെ അധികം നിൽക്കണ്ട കേട്ടോ. ഇഹച സന്ധ്യ അനിമിത്ത ശതാനി, ഇവിടെ അനിമിത്ത ശതങ്ങളാ, നൂറുകണക്കിന് ദുശകനങ്ങളാ, വേഗം പോകൂ ഗോകുലത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ നന്ദഗോപർ കൂടി എന്താണാവോ വയസ്സുകാലത്തൊരു കുട്ടി ഉണ്ടായതാണ്, അത് സുന്ദരനായിട്ടുള്ളൊരു ബാലൻ. ആ കുട്ടിക്ക് എന്താ പറ്റുകയെന്ന് അറിയാൻ വേണ്ടി വസുദേവർ നല്ല ബുദ്ധിയുള്ള ആളാണ്, എല്ലാം അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് പറഞ്ഞ് ശരിയാവുന്ന ചോദിച്ചു ഓടി വന്ന് നോക്കിയപ്പോൾ സംഗതി സത്യം. പക്ഷേ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല എന്നിപ്പോൾ സന്തോഷമായി. അങ്ങനെ ആ പൂതനയുടെ ശരീരം വെട്ടി കഷ്ണാക്കിയിട്ട് അത്രേ, ആർക്കും പൊന്തുന്നില്ല, കഷ്ണാക്കി ദഹിപ്പിച്ചപ്പോഴോ അതിൽ നിന്ന് വരുന്ന ആ പുകയുടെ മണം ശങ്കാമദാത് ആഗരവ കിമേഷ കിം ചാന്തനോ ഗൗൽകുലബോധവേദി. ഈ ശവം ദഹിപ്പിച്ച എങ്ങനൊരു മണം വരുമോ? ഇത് ചന്ദനാണോ അതോ മറ്റേ അഖിലാണോ അഗരുവാണ്? ഇങ്ങനെയുള്ള ഓരോരോ സംശയങ്ങളായി അവർക്കൊക്കെ. അപ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാണ്, മത അംഗസംഗസ്യ ഫലം നദൂരേ, എൻ്റെ അംഗവുമായി സംഘമുണ്ടായാൽ അവൻ്റെ ഫലം അകലെയല്ല, അടുത്ത് തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു നമുക്കൊക്കെ പറഞ്ഞു തരാണെന്ന് പറയണം. അപ്പോൾ ഈ പൂതന ആരാ? ഈ പൂതനയ്ക്ക് ഇങ്ങനൊരു ഭാഗ്യം, ഒരു രാക്ഷസിക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടാൻ എന്താ? ഈ പൂതന മുജ്ജന്മത്തിലെ ഒരു മഹർഷിയുടെ ഭാര്യയായിരുന്നു. കാലഭീരു എന്ന് പറഞ്ഞവരുടെ മഹർഷിയുടെ ഭാര്യയാണ് ചാരുമതി എന്നാണ് പേര്. അപ്പോൾ ആ ചാരുമതിക്ക് യൗവനൊക്കെ ആയപ്പോൾ കക്ഷിവ എന്ന് പറഞ്ഞൊരു മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ വിവാഹം കഴിച്ച് കുറച്ചു കാലമൊക്കെ സുഖമായിട്ട് കഴിഞ്ഞു. ഈ മഹർഷിമാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ഭഗവത് പാദാരവിന്ദങ്ങളിലാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോയി. ആ സമയത്ത് ഈ ചാരുമതിക്ക് വികാരം സഹിച്ചില്ല. അപ്പം അങ്ങനെ പല ആൾക്കാരായിട്ട് ജാരപുരുഷന്മാരായിട്ട് സംഘം ഉണ്ടായി. അങ്ങനെ തീർത്ഥയാത്ര കഴിഞ്ഞു വന്ന മഹർഷി ഈ വിവരം അറിഞ്ഞപ്പോൾ ശപിക്കുകയാണ്, നീ ഒരു രാക്ഷസിയായിട്ട് പോകട്ടെ, ഇത്രയും നല്ലൊരു വംശത്തിൽ ജനിച്ചിട്ട് ഈ രാക്ഷസീയ സ്വഭാവം നീ കാണിച്ചുകൊണ്ട് നീ ഒരു രാക്ഷസ സ്ത്രീ ആവട്ടെ. അപ്പോൾ ചാരുമതി പറഞ്ഞു, എൻ്റെ അജ്ഞത കൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ പറയാണ്, നീ ശരിക്കും ചാരുമതിയൊന്നുമല്ല. പണ്ട് മഹാബലിയുടെ യാഗശാലയിലേക്ക് ചെന്ന വാമനമൂർത്തിയായിരിക്കുന്ന ശിശുവായ വടുവായിരിക്കുന്ന ആ കുട്ടിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് രത്നമാല എന്ന മഹാബലി പുത്രി മോഹിച്ചുത്രേ, ഈ സുന്ദര ബാലൻ എനിക്കൊന്ന് മടിയിലിരുത്തി പാലുകൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചുത്രേ. ആ ചിന്ത ഭഗവാൻ ഭാവഗ്രാഹിയാണ്. ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ് പറയുക. അപ്പോൾ ആ ജനാർദ്ദനൻ ആ ആഗ്രഹം, ഓരോരുത്തരെയും മനസ്സിലെ ആഗ്രഹം അറിയാൻ കഴിവുള്ളവരാണ് ഭഗവാൻ. അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കും. അതിനു വേണ്ടി ഒരു ജന്മം കൊടുത്തതാണ്. അപ്പം നീ രാക്ഷസിയായി പോയാലും നിനക്ക് ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. അപ്പം രാക്ഷസിയായിരിക്കുന്ന പൂതനയ്ക്ക് മോക്ഷം കിട്ടാൻ കാരണം അവൾക്കും ഒരു നല്ല ജന്മമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഈ പൂതനയുടെ ശരീരം, ആ പൂതനയുടെ ഇത് അവിദ്യ, അജ്ഞാനം,
അപ്പം നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെയൊക്കെ ഭഗവത് ചിന്ത കൊണ്ട് നമ്മൾ ഇല്ലാതെയാക്കണം, ഭക്തി കൊണ്ട് ഇല്ലാതെയാക്കണം എന്ന്. ഈ പൂതനാവധം കൊണ്ട്, പൂതനാമോക്ഷം കൊണ്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ഭഗവാൻ മനസ്സിലാക്കി തരാം. എന്താണെന്നറിയോ? ഒന്ന്, കംസനെ തൻ്റെ പ്രവൃത്തി കൊണ്ട് അപമാനിച്ചു, കംസന് വീര്യം വർദ്ധിപ്പിച്ചു. കംസന് വേഗം മോക്ഷം കൊടുക്കാനായിട്ട് കംസന് വീര്യം വർദ്ധിപ്പിച്ചു. മാത്രമല്ല, തൻ്റെ അംഗസംഘം കൊണ്ട് ശവത്തിന് പോലും സുഗന്ധം ഉണ്ടാക്കി എന്നുള്ളതാ. അംഗസംഘം കൊണ്ട് ശവമായിരുന്ന ആ പൂതനയ്ക്ക് മഹത്വം കൊടുത്തു, ആ മോക്ഷം കൊടുത്തു. അപ്പോൾ അംഗസംഘത്തിൻ്റെ ഫലം. പിന്നൊന്നെന്താ പറയുന്നത്, നന്ദാദികൾക്ക് ഇത്രയും ചെറിയ കുട്ടി രാക്ഷസെടുത്ത് പോയിട്ടൊരു അപകടം പറ്റിയല്ലോ. അപ്പോൾ നന്ദാദികൾക്കൊക്കെ ആ കുട്ടിയോട് ഒരു ബഹുമാനം വർദ്ധിച്ചു എന്നാണ് പറയണം. പിന്നെ സ്ത്രീവധം പാടില്ല സാധാരണ എന്നാ. അപ്പോൾ അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാന്മാർക്ക് സ്ത്രീവധം ചെയ്യാനും വിരോധമില്ല എന്നാണ് ആ ഒരു തത്വം. ഇങ്ങനെ ഭഗവാന്റെ എല്ലാ ലീലകളിലും ഒരു ചെറിയ ചെറിയ വലിയ വലിയ തത്വങ്ങളാണ്. അല്പജ്ഞയായിട്ടുള്ള ഞാൻ ഈ തത്വം മനസ്സിലാക്കിയത് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. പിന്നീട് ഭഗവാന് ഒരു 3 മാസം പ്രായമായി. ആ പ്രായമായപ്പോൾ സാധാരണഗതിയിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ, മലർന്നു കിടക്കുന്ന കുട്ടികൾ കവിഴാൻ തുടങ്ങും. ഈ കവിഴാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ഉത്സവം തന്നെ ആഘോഷിക്കാറ് പതിവുണ്ട് അത്രേ. അങ്ങനെ ആ ഉത്സവം ആഘോഷിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ജന്മനാളുമായിരുന്നു, രോഹിണി നാളുമായിരുന്നു. അപ്പോൾ ഋഷിമാരെയൊക്കെ വിളിച്ച് കുട്ടിക്ക് വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ട ദക്ഷിണയും സത്കാരങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അവരെയും സത്കരിക്കും. മാല, അന്നം വസ്ത്രം മുതലായൊക്കെ ദാനം ചെയ്യുക പതിവുണ്ട്. അങ്ങനെ ആ ദിവസം വന്നു. അങ്ങനെ അതൊക്കെ ആ ആഘോഷം നടക്കുന്ന ഇടയ്ക്ക് പൂജാതി കർമ്മങ്ങളൊക്കെ കണ്ട് ക്ഷീണിച്ച് കുട്ടി ഉറങ്ങിപ്പോയി. അപ്പോൾ കുട്ടി ഒരു സ്ഥലത്ത് കൊണ്ട് കിടത്തി. എന്നിട്ട് അടുത്ത് കളിക്കുന്ന ഒരു വണ്ടിയും വെച്ചു കൊടുത്തു. അത് കുട്ടികളോട് പറഞ്ഞു, ഒന്ന് നോക്കൂട്ടോ, ഞാൻ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്, പോട്ടെ, ഇവർക്ക് സത്കാരങ്ങൾ വേണമല്ലോ. അതിനുവേണ്ടി യശോദാദേവി അടുക്കളയിലേക്ക് പോയി. ആ പോയ സമയത്താണ് ഒരു വായുരൂപത്തിലൊരു അസുരൻ വന്നു. അസുരൻ വന്നിട്ട് ഇവിടെ എങ്ങനെയാപ്പോൾ ഈ കുട്ടിയെ കൊല്ലണ്ടേ? കാരണം പൂതനെ കൊന്നത് ഈ കുട്ടിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കംസന് മനസ്സിലായി ഇവിടെ തന്നെയാണ് അതെൻ്റെ ശത്രു എന്ന്. അതുകൊണ്ട് വേറെ എവിടേക്കും പറഞ്ഞേച്ചില്ല. ഒരു അസുരൻ, ശകടാസുരൻ എന്ന് പറഞ്ഞ അസുരൻ ആ വണ്ടിയിലങ്ങോട്ട് തൻ്റെ പ്രാണനിങ്ങോട്ട് ആവേശിപ്പിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കണ്ണൻ ഉണർന്ന് കൈകാലിട്ടടിക്കാൻ തുടങ്ങി. ഇപ്പം വിശന്നിട്ട് കരയാന്നുള്ള രീതിയിൽ കാലിട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാൽ ചവിട്ടേറ്റിട്ട് ആ വണ്ടി അങ്ങോട്ട് മേൽപോട്ടങ്ങോട്ട് പൊങ്ങിപ്പോയി എന്നാ. മേൽപോട്ട് പൊങ്ങിന്ന്, ഇത്ര ചെറിയ ശിശുവേ മേൽപോട്ട് പൊങ്ങിയിട്ട് വിപരിവൃത്യ പപാതമഹീതലേ പടുതരധ്വനി പൂരിത ദിങ്മുഖ. എന്താ, അതിങ്ങനെ വട്ടം കറങ്ങി ചട്ടപ്പട്ട എന്ന ശബ്ദത്തെ അങ്ങോട്ട് ഭൂമിയിലങ്ങോട്ട് വീണപ്പോഴോ ഒരു വണ്ടിയല്ല, പല പല കഷ്ണങ്ങളാ അസുരൻ്റെ ശരീരഭാഗങ്ങളായിട്ട് തീർന്നു. ഈ ശബ്ദം കേട്ട് വന്ന് നോക്കിയ ആൾക്കാർ, അവർക്കിത് അത്ഭുതമായി. ഇത്ര ചെറിയ ശിശു, കുട്ടികൾ പറയാണ് പേഷ്യൻസിന് പാലിന് കരഞ്ഞപ്പോൾ കാല് തട്ടിയിട്ട് ആ വണ്ടി അപകടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആദ്യം വിശ്വാസമില്ല, എന്നാലും ഒന്നും പറഞ്ഞില്ല. പൂതനയുടെ കഥ അവരുടെ ഉള്ളിൽ ഓർമ്മയുള്ളത് കൊണ്ട്. അങ്ങനെ ഈ വണ്ടി തകർന്നു. ശകടാസുരൻ അങ്ങനെ മരിച്ചു. ഈ ശകടാസുരൻ ആരാണ്? ഈ ശകടാസുരനും ഭഗവാന്റെ പാദസ്പർശേൽക്ക ഒരു കാരണം വേണമല്ലോ. ഹിരണ്യാക്ഷപുത്രനായിട്ട് ഉത്കജൻ എന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹം അഹങ്കാരം കൊണ്ട് മഹർഷിമാരെയൊന്നും ബഹുമാനിക്കാറില്ല. അങ്ങനെ ലോമശൻ എന്ന മഹർഷി ശപിച്ചിട്ടാണ് ഈ ശകടാസുരനായി തീർന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ശകടാസുരന് മോക്ഷം കിട്ടി. ഈ ശകടം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ജഡാണ്, അത് അനങ്ങാത്ത വസ്തുവാണ്, നമ്മുടെ ഉള്ള ജഡത്വമാണ്, ജാഡ്യമാണ്. ജാഡ്യം എന്ന് വെച്ചാൽ എന്താ? ബുദ്ധിമാന്ദ്യത. ബുദ്ധിയുടെ മാന്ദ്യത നീങ്ങാൻ എന്ത് ചെയ്യണം? ജാഡ്യം ധിയോ ഹരതി സിഞ്ചതി വാചി സത്യം മാനോന്നതിം ദിശതി പാപമപാകരോതി ചേതപ്രസാദയതി ദിക്ഷു തനോതി കീർത്തിം സത്സംഗതി. എന്താണ് ഈ ജാഡ്യം? ബുദ്ധിയുടെ മാലിന്യം തീരാൻ നമുക്ക് ചെയ്യേണ്ടത് സജ്ജന സംസർഗം. ഈ ബുദ്ധിയുടെ മാലിന്യം തീർന്നാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ തന്നെ വന്നു ചേരും എന്നാണ് പറയണത്. അപ്പോൾ സജ്ജന സംസർഗം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ജാഡ്യത്വത്തെ, ജഡത്വത്തെ, ബുദ്ധിഹീനതയെ, ബുദ്ധിമാന്ദ്യത്തൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് ഈ ശകടാസുര നിഗ്രഹത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സജ്ജനങ്ങളെ നാം എവിടെ കണ്ടാലും കുമ്പിട്ട് വണങ്ങണം എന്നാണ്. ഈ സജ്ജനങ്ങൾക്ക് വിനയ സ്വഭാവം, സത്വഗുണപ്രധാനികളാകും. മാത്രമല്ല മനസ്സി വചസി കായേ പുണ്യ പീയൂഷപൂർണാഹ, മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ പുണ്യം നിറച്ചവരാണ് ഈ സജ്ജനങ്ങൾ. അവർക്ക് ഒരാളോടും വിദ്വേഷമോ പകയോ ഒന്നുമില്ല, എല്ലാം ഭഗവത്മയമായിട്ട് കാണുന്നവരാണ് സജ്ജനങ്ങൾ. അങ്ങനെ സജ്ജനങ്ങളെ സംസർഗമാണ് നമുക്ക് വേണ്ടത് എന്ന് സ്ഥാപിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭഗവാന് ഏതാണ്ട് 1 വയസ്സ് പ്രായമായി. അപ്പോഴാണ് ഒരു ദിവസം യശോദാദേവി കുട്ടി ഇങ്ങനെ എടുത്ത് നടക്കുകയായിരുന്നു. നടക്കുന്നതിനിടയ്ക്ക് ഈ 1 വയസ്സ് പ്രായമായ കുട്ടിക്ക് ഇപ്പം എത്ര ഭാരം ഉണ്ടാവും. എന്നാൽ നടക്കും തോറും ഭാരം വർദ്ധിച്ചു വരെ താങ്ങാൻ പറ്റുന്നില്ല. താങ്ങാൻ പറ്റാത്ത ഭാരമായി. മാത്രമല്ല കുട്ടി ഇങ്ങനെ ചാടാൻ തുടങ്ങി. അപ്പം ഇതെന്താന്ന് വിചാരിച്ചു. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കുട്ടിയെ കട്ടിലിൽ കിടത്തി.
എന്നിട്ട് യശോദാദേവി കൂടെ നീങ്ങിയുള്ളൂ. അപ്പോഴേക്കും തൃണാവർത്തൻ എന്ന് പറഞ്ഞൊരു അസുരൻ, ആവർത്തൻ എന്ന് ചുഴി എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഒരു അസുരൻ ഇങ്ങോട്ട് വന്നു. ആ ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത ഭൂമിയിലുള്ള സകല വസ്തുക്കളെ ഇങ്ങനെ പൊക്കി പൊക്കി ആ പൊടിപടലങ്ങളൊക്കെ നാലുപാട് അങ്ങോട്ട് ചെതറി. അപ്പോൾ ആർക്കും ഒന്നും കാണാൻ സാധിക്കണില്ല. എല്ലാവരും കണ്ണടച്ചു, കണ്ണിലേക്ക് അരടുപോലോ അങ്ങനെ കണ്ണടച്ചു. ഈ സമയത്ത് അസുരൻ ഈ ഉണ്ണിയെ എടുത്ത് മേൽപോട്ടങ്ങോട്ട് കൊണ്ടുപോയി. സന്തോഷമായി. എന്താ കാരണം വെച്ചാൽ പൂതനയ്ക്കോ ശകടാസുരനോ പറ്റിയില്ലോ, എനിക്ക് സാധിച്ചു ഈ കുട്ടിയെ കൊല്ലാൻ എന്നുള്ള ഭാവത്തിൽ കുട്ടിയും കൊണ്ട് മേൽപോട്ടയും കൊണ്ട് പൊങ്ങി 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 പോവാണ്. അപ്പം എന്തായി യശോദാദേവിക്ക് ഭാരം തോന്നാൻ കാരണം, ഈ ഉണ്ണി വിചാരിച്ചു എന്നെ അമ്മയും കൂടി എടുക്കുകയാണെങ്കിൽ ഈ അസുരം വന്ന് അമ്മയും കൊണ്ട് പോവുമല്ലോ, അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, അമ്മയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഭാരം സ്വയം ഏറ്റെടുത്തത്. അങ്ങനെ കൊണ്ടുപോയി വഴി കുറേ മേൽപോട്ട് പോയപ്പോൾ ഈ കുട്ടിക്ക് ഭാരം ഇങ്ങോട്ട് വർദ്ധിച്ചു. അമ്മയുടെ മടിയിലിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഭാരത്തെക്കാളും ഇങ്ങോട്ട് വർദ്ധിച്ചു. തന്നേക്കാളും ഭാരമുള്ള ഈ കുട്ടി ആ അസുരൻ്റെ കഴുത്തിൽ കാലങ്ങളിട്ടു. പണ്ടൊക്കെ ആൾക്കാർ ഉത്സവം കാണാനും വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഇങ്ങനെ കാലിവിടെ ഇട്ട് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുപോലെ ഈ അസുരൻ്റെ തലയിൽ കയ്യും പിടിച്ച് കഴുത്തിൽ കാല് രണ്ടും വെച്ച് ഇങ്ങനെ ഇരുന്നു ഭഗവാൻ. അപ്പോൾ ആ തൃണാവർത്തൻ എന്തു ചെയ്തു, ഈ ഭാരം എനിക്ക് താങ്ങാൻ പറ്റണല്ലോ. എന്താ കാരണം വെച്ചാൽ കാലിട്ട് ഇങ്ങനെ ഇറുക്കി ശ്വാസം മുട്ടി തുടങ്ങി. അങ്ങനെ ശ്വാസം ഇങ്ങോട്ട് നിലച്ചപ്പോൾ കാറ്റൊക്കെ നിന്നു, പൊടിപടലങ്ങളൊക്കെ കുറഞ്ഞു. അങ്ങനെ ആ അടുത്തൊരു പാറക്കല്ലിട്ട് അതിന്മ വന്നു വീണു ആ സുരൻ എന്നാണ് പറയണത്. അപ്പം എല്ലാവരും നോക്കിയപ്പോഴോ എന്താ ഈ പറയണ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു നീലരത്നം ഇരിക്കണ പോലെയാണ് ആ കണ്ണൻ അവിടെ ഇരിക്കണത്. ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നീലരത്നത്തിന് എടുക്കണ പോലെ ഗോപന്മാർ ആ കണ്ണനെ എടുത്തു കൊണ്ടുവന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ തൃണാവർത്തനം ഇങ്ങനെ മോക്ഷം കിട്ടാൻ, മുക്തി കിട്ടാൻ, ഭഗവാന്റെ സ്പർശം കിട്ടാൻ എന്താ കാരണം, ഈ തൃണാവർത്തൻ ഒരു രാജാവായിരുന്നു അത്രേ. പാണ്ഡ്യരാജ്യത്തെ സഹസ്രാക്ഷൻ എന്ന പേരായ ഒരു രാജാവായിരുന്നു അത്രേ. ആ രാജാവായിരുന്ന അദ്ദേഹം രാജകീയ മത്തനായിട്ട് ആ സ്ത്രീകളോടുകൂടി ജലക്രീഡ നടത്തുമ്പോൾ ദുർവാസാവ് മഹർഷി വന്നു അത്രേ അവിടെ. അദ്ദേഹത്തെ കണ്ട് ബഹുമാനിച്ചില്ല. അപ്പോൾ ദുർവാസാവ് ശപിച്ചു, നീ ഒരു അസുരനായിട്ട് പോകട്ടെ, അരൂപി രൂപമില്ലാത്തൊരു അസുരനായിട്ട് പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഈ ശാപം കിട്ടിയ അസുരന്മാരൊക്കെ കംസൻ്റെ രാജകൊട്ടാരത്തിലേക്കാണ് വരുന്നത്. പൂതനയും ശകടാസുരനും തൃണാവർത്തനും ഒക്കെ അവിടേക്കാണ് വരുന്നത്. അങ്ങനെ അവിടെ അവരുടെ കംസൻ്റെ നിർദ്ദേശപ്രകാരം വന്ന് ഈ തൃണാവർത്തന് ഭഗവാൻ മോക്ഷം കൊടുത്തു. അപ്പം എന്താണ് ഈ തൃണാവർത്തൻ, ആരായി തൃണാവർത്തൻ? നമ്മുടെ മനസ്സിൽ അവിദ്യ, അജ്ഞാനം, അതേപോലെ ജഡത്വമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാമവാസനകൾ തന്നെ വരും, ഓരോരോ മോഹങ്ങൾ വരും. ഈ കാമവാസനയുള്ള പ്രതീകമാണ് ഈ തൃണാവർത്തം എന്നാണ് പറയുന്നത്. കാരണം ആവർത്തം ചുഴിയിൽ പെട്ടിട്ട് ഇങ്ങനെ തിരിയണ സ്വഭാവം, ഈ ഓരോരോ അഹങ്കാരാദികളായിരിക്കുന്ന ഭാവങ്ങളെ കൊണ്ട് നമ്മളിങ്ങനെ നട്ടം തിരിയുന്ന കാണിച്ചു തരുവാണ് ആ തൃണാവർത്തൻ്റെ കഥയിലൂടെ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പം ഇവർക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഓരോരോ ഭീതി വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഓടി വന്നിട്ട് കുട്ടികൾ പറയണം, കുട്ടികളോടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ വന്നിട്ട് പറയാണ്, അമ്മേ കണ്ണൻ മണ്ണ് തിന്നു കേട്ടോ എന്ന് പറഞ്ഞു. മണ്ണ് തിന്നിട്ടുണ്ടെങ്കിൽ അസുഖം വരില്ലേ, അതുകൊണ്ട് കണ്ണ നീ മണ്ണ് തിന്നോ? ഇല്ല അമ്മേ, ഞാൻ മണ്ണ് തിന്നില്ല, പക്ഷേ എൻ്റെ വയറ്റിൽ മണ്ണുണ്ട് കേട്ടോ, മണ്ണ് തിന്നിട്ടില്ല ഞാൻ. വിമതിശ്ചേത് വദനം വിധാര്യത, അത്ര നിനക്ക് ഉറപ്പുണ്ട് വെച്ചാൽ വായ തുറക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മണ്ണുണ്ട് കേട്ടോ, ശരി പറഞ്ഞു. വായ തുറന്നപ്പോഴോ യശോദാദേവി അത്ഭുതപ്പെട്ടു പോയി. പണ്ട് ആ യുദ്ധഭൂമിയിൽ അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. എന്താണ്? സമുദ്രം, കാട്, തീയ്, ഇങ്ങനെയുള്ളതൊക്കെ. ഇതൊക്കെ ഈ കുഹജിത് വനമംബുദേ ക്വജിത്, ഒരു വശത്ത് കാട്, ഒരു വശത്ത് സമുദ്രം, രസാതലം, ചില സ്ഥലത്ത് ചില നോക്കിയപ്പോൾ പാതാളം കാണുന്നു, ചില സ്വർഗലോകം കാണുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ മൃഗപക്ഷികൾ, വൃക്ഷങ്ങൾ, എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുണ്ടോ അതൊക്കെ ഈ കുഞ്ഞു വായിലും യശോദാദേവി കാണണം. അപ്പോഴോ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വൈകുണ്ഠവാസിയായിരിക്കുന്ന അനന്തശയനായിട്ടുള്ള ഭഗവാനെ കാണാം. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴോ ദാ ഈ ഗോകുലത്തിൽ കണ്ണൻ്റെ വായിൽ നോക്കിയിരിക്കുന്ന യശോദാദേവിയെ, വായ പിളർന്നിരിക്കുന്ന കണ്ണനെ, ഇതൊക്കെ കണ്ടപ്പോൾ യശോദാദേവി അത്ഭുത സ്തബ്ധയെന്ന് മാത്രമല്ല, ഇത് എൻ്റെ മകനല്ല, സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ഭഗവാനാണ് എന്ന് വിചാരിച്ചു. എന്നാലും പറഞ്ഞുപോയി, ആനത്തലയോളം വെണ്ണ തരമേട ആനന്ദ ശ്രീകൃഷ്ണ മുറുക്ക്, അനക്കല്ല. അച്ഛൻ്റെ വെള്ളക്കുതിരയെ തന്നിടാം അച്യുത പൈതലേവാ മുറുക്ക്, ആറ്റിൽ കുളിക്കുവാൻ കൊണ്ടുപോയിടാം ഞാൻ പോറ്റിക്കിടാവേ നീവാ മുറുക്ക്. അപ്പം കണ്ണൻ വിചാരിച്ചു,
ഞാനിങ്ങനെ ഭഗവാനാണെന്ന് അമ്മയ്ക്ക് തോന്നിയാൽ എൻ്റെ അവതാര ഉദ്ദേശവും നടക്കില്ല. അതുകൊണ്ട് സാധാരണ ഭാവം അങ്ങോട്ട് എടുത്തു. അമ്മേ വിശന്നിട്ട് വയ്യ, പാല് തരൂ എന്ന് പറഞ്ഞപ്പോൾ സകലം അങ്ങോട്ട് മറന്നുപോയി. അപ്പം എന്താണ് ഈ മണ്ണ്? മണ്ണ്, നമ്മളൊക്കെ മണ്ണാണ്, നമ്മുടെ ശരീരം എല്ലാം മണ്ണ് തന്നെയാണ്. എന്നാൽ ഭഗവാൻ മണ്ണ് തിന്നിട്ടില്ല. ഭഗവാന്റെ ഉള്ളിൽ മണ്ണുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ മണ്ണ് ഭഗവാനെ ഭുജിക്കുക ചെയ്തത് എന്ന് വെച്ചാൽ ആത്മാവായിരിക്കുന്ന ഭഗവാനെ മറ്റുള്ള എല്ലാതും മറയ്ക്കുകയാണ്, ആത്മാവിനെ മറയ്ക്കുകയാണ്. ആത്മാവിനെ മറയ്ക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ ദോഷങ്ങളാണ്. അതാണ് ഈ മണ്ണ് മണ്ണ് എന്ന് പറയുന്നത്. ഭഗവാന് മണ്ണില്ല, ഭഗവാനെ മണ്ണ് തിന്നു ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊക്കെ ആത്മാവാണ്, ശരീരമല്ല. ഈ ശരീരമാണെന്നുള്ള ബോധം കൊണ്ട് ആത്മാവിനെ നമ്മൾ മറയ്ക്കുകയാണ്. അതാണ് അതെന്ന് മനസ്സിലാക്കുന്ന സാരാംശം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. ഒരു ദിവസം യശോദാദേവി തൈര് കലക്കാനിരിക്കുകയായിരുന്നു. അങ്ങനെ തൈര് കലക്കാനിരിക്കുന്ന സമയത്ത് കുസൃതിയെ കാണുന്ന കണ്ണൻ ഓടി വന്ന് നമ്മുടെ മടിയിലിരുന്നു. പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. അവിടെ ഇരുന്നു. ഇങ്ങനെ പാല് കുടിച്ചു തുടങ്ങി. യശോദ തൈര് ഇങ്ങനെ കലക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്ന് അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട്, തിളച്ചു പോകുമല്ലോ എന്ന്. അപ്പോൾ എന്ത് ചെയ്തു? സാധാരണ നമുക്കൊക്കെ പറ്റുന്നതാണ് ഈ മറവി എന്ന് പറഞ്ഞ്. ആ മറവി യശോദാദേവിക്കും പറ്റി. അതൊക്കെ ഓരോ കാരണങ്ങളാണ്. അങ്ങനെ മറന്ന് ഓടിപ്പോയി പാല് വാങ്ങി വെക്കാനായിട്ട് പോയ യശോദാദേവി പോയ തക്കത്തിൽ സാമ്യഭീതരസഭംഗ സംഗത ക്രോധഭാര പരിഭൂത ചേതസ. പകുതി പാല് കുടിച്ചിട്ടുള്ളൂ, തൃപ്തിയായിട്ടില്ല. അങ്ങനെ കുറേശ്ശെ സന്തോഷം വരുന്ന സമയത്താണ് ഈ അമ്മ ഇത് ചെയ്തത്. അതുകൊണ്ട് ദേഷ്യം വന്നു. ക്രോധഭാര പരിഭൂത ചേതസ. ദേഷ്യം വന്നിട്ട് മന്ദദണ്ഡമുപഗൃഹ്യ താഡിതം അടുത്ത് കിടക്കുന്ന കടകോല് ഒറ്റടിയ കൊടുത്തു. അപ്പം എന്തുണ്ടായേ? ആ പാൽക്കലം അങ്ങോട്ട് ഉറഞ്ഞു, തൈർക്കര അങ്ങോട്ട് ഉടഞ്ഞ് അവിടെ മുഴുവൻ ത്വത് യശോ വിസരവത്, അങ്ങനെ വിശുദ്ധമായ കീർത്തിയെ പോലെ ആ നിലത്ത് പരന്നു കിടന്നു തൈരൊക്കെ. എന്നൊരു മൂപ്പര അവിടെ നിന്ന് ഓടിയോ പോയി. ഇതാണ് കുസൃതിത്തരം എന്ന് പറഞ്ഞാൽ, ഓടിപ്പോയി. അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പോൾ യശോദാദി വന്ന് നോക്കിയപ്പോൾ ദാ തൈരൊക്കെ നിലത്ത് കിടക്കുന്നു. എന്ത് ചെയ്യും? എവിടെ പോയി ഈ കുസൃതി എന്നറിയാൻ വേണ്ടി എല്ലായിടത്തും നോക്കി കാണാനില്ല. സാധനം നോക്കിയപ്പോൾ ഒരു ഉരലിൻ്റെ അടുത്ത്, ആ ഉരലിൻ്റെ കുഴിയിൽ വെണ്ണ കൊണ്ട് വെച്ചിട്ടുണ്ട് മുമ്പ് തന്നെ. അതൊക്കെ എടുത്തിട്ട് തന്നെ കാക്കകൾക്കും പൂച്ചകൾക്കും കുരങ്ങന്മാർക്ക് ഇങ്ങനെ കൊടുക്കുക. താൻ പൂജിക്കണില്ല, അതൊക്കെ അവർക്ക് ഇങ്ങനെ കൊടുക്കുക. ഇത് കണ്ടപ്പോൾ യശോദാദേവിക്ക് ദേഷ്യം വന്നു. സാധാരണ നമ്മളെപ്പോഴുള്ള മാതാക്കന്മാർക്കൊക്കെ പറഞ്ഞ പോലെ ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യം വന്ന് അതാ നീ ഇങ്ങനെയൊക്കെ വികൃതി കാണിച്ചു, നീ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഒരു കയറെടുത്തുകൊണ്ട് ഒന്ന് കെട്ടാൻ നോക്കി. അപ്പോൾ നമുക്ക് ആർക്കും, ദേവന്മാർ പോലും യോഗിമാർ പോലും ഋഷീശ്വരന്മാർ പോലും മനസ്സിൽ ബന്ധിക്കാൻ വിചാരിക്കുന്ന ആ ഭഗവാനെ ഈ യശോദാദേവി കയറുകൊണ്ട് ബന്ധിക്കാൻ നോക്കി എന്നാണ് പറയണത്. അങ്ങനെ കെട്ടാൻ നോക്കിയപ്പോൾ ദ്വങ്കുലോനമഖിലം കിലൈക്ഷത, 2 വിരൽ കുറവാണ്. പിന്നെ അടുത്തുള്ള വീടുന്നു എവിടെയൊക്കെ കയറുകളുണ്ടോ അതൊക്കെ കൊണ്ടുവന്ന് കെട്ടാൻ നോക്കി. അപ്പൊക്കെ ഈ 2 വിരൽ കുറവാണ്. അപ്പം അങ്ങനെ വേർത്തു, ക്ഷീണിച്ചു. ആ വസ്ത്രാക്ഷേപ സമയത്ത് ദുശാസനം ഇങ്ങനെ വേർത്ത പോലെ ക്ഷീണിച്ചു. അപ്പോൾ കൂടെയുള്ള സഖിമാരൊക്കെ അങ്ങനെ കുറേശ്ശെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഈ അവശത വന്നപ്പോൾ കൃഷ്ണന് തോന്നി വേണ്ട, നമുക്ക് അമ്മയെ സമ്മതിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഹനുമാൻ അങ്ങനെയാണല്ലോ, വാല് കെട്ടാൻ വേണ്ടി തുണികളൊക്കെ തന്നെ കൊണ്ടുവന്ന് കെട്ടി എത്ര കെട്ടിയിട്ടും വാല് കെട്ടാൻ സാധിക്കണില്ല. വാല് പിന്നെയും 2 മുഴം നീളം ബാക്കി. അങ്ങനെ ഇതുപോലെ. അപ്പോൾ ഹനുമാനും ഒന്ന് സമ്മതം കൊടുത്തപ്പോഴാണ് അവർക്ക് സാധിച്ചുള്ളൂ എല്ലാം ചെയ്യാൻ. അതുപോലെ ഇവിടെ അതേ ഭഗവാൻ ഇങ്ങോട്ട് സമ്മതിച്ചപ്പോൾ ആ കെട്ടാൻ സാധിച്ചു. അങ്ങനെ കെട്ടി, ഉരലുമ്മ കെട്ടി. അങ്ങനെ ശരി. സ്ത്രീയതാം ചിരം ഉലൂഖലേഖല, കുസൃതി നീ കുറച്ചു നേരം ഉരലുമ്മ നിൽക്ക്, എന്നാലേ എനിക്കിൻ്റെ പണികളൊക്കെ മുഴുവനാക്കാലോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. അങ്ങനെ പോയ സമയത്ത് ഈ ഭഗവാൻ ഒരിടത്ത് ഇങ്ങനെ ഉറച്ചിരിക്കാൻ പറ്റില്ലോ, ഭക്തന്മാർ വിളിക്കുമ്പോൾ പോകണ്ടേ, ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ ആദ്യം അങ്ങനെ വലിച്ചു പറ്റണില്ല, ചെറിയ കുട്ടിയല്ലേ, അങ്ങനെ വലിച്ചു ഇങ്ങനെ വലിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൊണ്ട് മറിഞ്ഞപ്പോഴോ സ്വാഭാവികമായിട്ട് അതിങ്ങനെ ഉരുണ്ട് മുറ്റത്തേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ മുറ്റത്തേക്ക് ഭഗവാൻ മുമ്പിലായി, ഒരലിങ്ങനെ പിന്നിലിങ്ങനെ വരികയാണ്. വന്ന് ആ മുറ്റത്ത് 2 മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ തൊട്ടാ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കയറ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പോയപ്പോൾ ഈ ഒരലങ്ങോട്ട് തടഞ്ഞു. ഇതൊക്കെ ഒരു അത്ഭുത കഥയാണ്. ഈ 2 മരങ്ങളുടെ ഇടയിൽ ഈ ഒരു ചെറിയ കുട്ടി ഒരു ഉരൽ കൊണ്ട് നടന്നാൽ മരങ്ങൾ വീഴുമോ? ആ മരങ്ങളങ്ങോട്ട് പൊട്ടി വീണു, തകർന്നു എന്നാണ് പറയണത്. അപ്പം എന്താ കാരണം? ആ വൃക്ഷങ്ങൾ എത്രയോ യുഗങ്ങളായിട്ട്, എത്രയോ കാലങ്ങളായിട്ട് ഭഗവത് ദർശനത്തിന് മോഹിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. എന്താ കാരണം? വൈശ്രവണപുത്രന്മാരായിരിക്കുന്ന നളകൂപര മണിഗ്രീവന്മാരാണ് ഒക്കെ ഈ അഹംഭാവനെ. ഭഗവാന് ഗർവം ഒട്ടും ഇഷ്ടമില്ല, അഹംഭാവം ഒട്ടും ഇഷ്ടമില്ല. ഈ അഹംഭാവം ഉണ്ടായാലും നശിപ്പിക്കാൻ ഭഗവാൻ എന്ത് വഴിയും കാണിക്കും.
അതിന് ഓരോരോ കാരണങ്ങളുണ്ടാക്കും. അങ്ങനെ നാരദ മഹർഷിയാണ് ഇവർ ജലക്രീഡ നടത്തി. നാരദ മഹർഷി വരുന്ന അറിയാതെ കണ്ടപ്പോൾ ഇവരിങ്ങനെ സ്തബ്ധരായിട്ട്, സ്ത്രീകളൊക്കെ പോയിട്ട് വസ്ത്രത്ത് ധരിച്ചു, ഇവരിങ്ങനെ അനങ്ങാതെ നിന്നപ്പോൾ സ്തബ്ധരായിട്ട് നിൽക്കുന്ന നിങ്ങൾ 2 മരങ്ങളായിട്ട് പോകട്ടെ എന്ന് ശപിക്കുകയാണ് നാരദ മഹർഷി. ശാപം മിക്കവർക്കും ഉപകാരമാണ്. ആദ്യം നമുക്ക് വിഷമം തോന്നിച്ചാലും ആ ശാപം അവർക്ക് മുക്തി കാരണമാക്കുകയാണ് നാരദ മഹർഷി ചെയ്തത്. അങ്ങനെ അവർ അപ്പോൾ എവിടെയാണ് ഇനിയിപ്പോൾ ഈശ്വര ഭഗവത് ദർശനം എന്നാ ഉണ്ടാവുക? അപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്ന ഈ ദ്വാപരയുഗം വരണ വരെ എത്ര കാലമാണ്? നമുക്കിപ്പോൾ കുറച്ച് നാൾ ജീവിക്കുമ്പോഴേക്കും മതിയായി ജീവിതം മതിയായി എന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ എത്ര ക്ലേശം അനുഭവിക്കണം, ഒരു ക്ലേശം അനുഭവിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞവർക്ക് ഒരു ക്ലേശം ഉണ്ടാവില്ല. ക്ലേശം ഉണ്ടെങ്കിൽ തന്നെ അറിയാതെ തന്നെ നമ്മൾ ആ ക്ലേശങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു പോയിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടാവുക, നമ്മൾ ആത്മാവാണ്, ശരീരമല്ല എന്ന് ബോധം ഉണ്ടാവുക. അങ്ങനെ ചിത്രകേതു ഉപാഖ്യാനത്തിൽ അദ്ദേഹം, ആ മഹാപുരുഷൻ എത്ര ഭക്തി പുരസ്സരം, എത്ര നന്നായിട്ട് അത് പറഞ്ഞു തന്ന ആത്മാവിൻ്റെ മഹത്വം. അങ്ങനെയുള്ള ആ ആത്മാവിനെക്കുറിച്ച് അറിഞ്ഞ് ആ ഭഗവാനെ ധ്യാനിച്ച് ഈ മരങ്ങളവിടെ നിൽക്കുമായിരുന്നു. ഇത് ഭഗവാൻ അറിയാലോ, സർവം അറിയുന്നവനാണല്ലോ, സർവസാക്ഷിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ആ മരങ്ങളെ തട്ടി അവരവിടുന്ന് എഴുന്നേറ്റു, ഭഗവാനെ സ്തുതിച്ചു. അവരുടെ അഹംഭാവമൊക്കെ തീർന്ന് വാണീ ഗുണാനുകഥനേ വ്യസനൗ കഥ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനഃ തവ പാദയോർനഃ സ്മൃത്യാം ശിരഃ തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാ ഭഗവത്തനൂനാം. അവർ പറയാണ്, നിങ്ങളുടെ വാക്കൊക്കെ അങ്ങയുടെ ഗുണഗണങ്ങൾ പറയാനായിട്ടായിരിക്കണേ. നിങ്ങളുടെ ചെവികളൊക്കെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കാനായിട്ടുള്ള അനുഗ്രഹമാവണേ. കണ്ണുകളെ കൊണ്ടൊക്കെ ഭഗവാനെ ദർശിക്കാറാവണേ. കാതുകൾ കൊണ്ട് ഭഗവാന്റെ കഥകൾ കീർത്തനം കേൾക്കാനാവണേ. നാവ് കൊണ്ട് പറയുന്നതെല്ലാം അങ്ങയുടെ കീർത്തനങ്ങളാവണേ. എൻ്റെ പാദങ്ങൾ ചലിക്കുന്നത് മുഴുവൻ ഭഗവത് പാതാരവിന്ദങ്ങളിലേക്കാകട്ടെ. ഭഗവത് പാതാരവിന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഭഗവാനാണ്. അപ്പോൾ എല്ലാവരെയും വലം വയ്ക്കാൻ നമുക്ക് തോന്നിയാൽ തന്നെ, ആ ഭഗവാനായിട്ട് കണ്ട് നമസ്കരിക്കാനും വലം വയ്ക്കാനും തോന്നിയാൽ തന്നെ അതാണ് ഭഗവത് പ്രസാദം. ഇങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് കേട്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു എന്നാണ്. അപ്പോൾ ശ്രേഷ്ഠ പദവിയിലിരുന്ന കുബേരപുത്രന്മാരായിരുന്ന അവർക്ക് വന്ന അഹംഭാവം തീർക്കാൻ ഭഗവാൻ ദാമോദരനായി എന്നാണ്. അങ്ങനെയാണ് ഭഗവാന് ദാമോദരൻ എന്ന പേര് കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അത്ഭുത ലീലകളൊക്കെ ഈ ഗോകുലത്തിൽ, ഈ വ്രജത്തിൽ ഭഗവാൻ ഇങ്ങനെ ആടി. ആ ലീല ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ആ ചത്തുരത്തിൽ, ആ വീഥിയിൽ, ആ തെരുവിൽ ഊങ്കാവിൽപ്പതിനായൊരുത്തി തെരുവിൽ പോന്നങ്ങു വന്നിടിനാൾ. ഏകാന്തേ ഭഗവാൻ അവൾക്കു കുതുകാൽ നെൽക്കോരി നൽകിയിടിനാൾ. അപ്പോൾ ആ സ്ത്രീ പഴം വിൽക്കാൻ വേണ്ടി വന്നു അത്രേ. അപ്പോൾ എല്ലാവരെയും മനസ്സറിയാനുള്ള ഭാവഗ്രാഹിയാണ് ഭഗവാൻ. അപ്പോൾ ഈ വിഷമം, ഈ ദാരിദ്ര്യം കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ ഇങ്ങനൊരു കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ് ആ സ്ത്രീ. ആ സ്ത്രീയെ ധന്യമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കൗതുകത്തോടുകൂടി കുറച്ച് നെല്ല് അങ്ങോട്ട് കൊടുത്തു എന്നാ. എന്നിട്ടോ മങ്ങാതെ കനകം നിറഞ്ഞു സുഖമേ പാത്രത്തിലപ്പോൾ അവൾക്ക് ആകാശേ മരുവുന്ന ദിവ്യജനവും കണ്ടിടിനാരത്ഭുതം. പഴങ്ങളൊക്കെ ഭഗവാൻ വാങ്ങിച്ചു, എന്നിട്ടൊക്കെ നെല്ല് കൊടുത്തു. ഈ നെല്ല് കിട്ടിയ സന്തോഷമായിട്ട് പോയ ആ സ്ത്രീ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴോ അതിൽ മുഴുവൻ കനകങ്ങ. എത്ര നെന്മണി ഉണ്ടോ അത്ര കനകം കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാൻ ഈ അല്പം കൊടുത്താൽ മതി, ഭൂരി. അത്രയും കാരുണ്യമാണ്, ഭക്തവാത്സല്യമാണ് ഭഗവാന്. അങ്ങനെയുള്ള ആ ഭഗവാനെ നാം എല്ലാ സമയത്തും എന്ത് കർമ്മ ചെയ്യണം, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ഒന്നും വേണ്ട, നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാംബുധേ. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഭഗവാന് വേണ്ടി എന്ന് വിചാരിച്ചാൽ നമ്മളെ ഒരു പാപവും സ്പർശിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഗോകുലത്തിൽ, വ്രജത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ദുശകുനങ്ങളും ആപത്തുകളൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് തോന്നി ഇവിടെ താമസിക്കാൻ നമുക്ക് പറ്റിയ സ്ഥലമല്ല, അതുകൊണ്ട് ഇനി എവിടേക്കാണ് ഒന്ന് നമ്മൾ പോവുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തന്നെ, ആ നന്ദഗോപരുടെ തന്നെ ഒരു സ്വന്തം ആളായിട്ടുള്ള ബന്ധുവായിരിക്കുന്ന ഉപനന്ദൻ പറയാണ്, ഇതപ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതേ. ഇവിടുന്ന് പടിഞ്ഞാറ് നീങ്ങിയാൽ അതിമനോഹരമായിട്ടുള്ള മനോജ്ഞം
മനസ്സ്, നമ്മുടെ മനസ്സൊക്കെ അറിയാവുന്ന അതിമനോഹരമായിട്ടുള്ള വൃന്ദാവനം. വൃന്ദാച്ച തുളസിയ, വൃന്ദാവനച്ച തുളസിക്കാട്, അങ്ങനെ ധാരാളം തുളസി പൂക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ ഇനി ധാരാളം സൗകര്യമുണ്ട്. യമുനാ നദി സ്വച്ഛ ജലത്തോടെ ഒഴുകുന്നുണ്ട്, ഗോവർദ്ധന പർവ്വതമുണ്ട്, ഈ പശുക്കൾക്കൊക്കെ മേയാൻ ധാരാളം പുല്ലുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. ശരി, ആരും ഒന്നും എതിര് പറഞ്ഞില്ല. എല്ലാവരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. ആ വൃന്ദാവനത്തിലേക്ക് പോയി വൃന്ദാവനം അങ്ങനെ നോക്കി കണ്ടു. കണ്ണൻ എന്നാണ് പറയണത്. ആ ഭഗവാൻ, ആ കണ്ണൻ വൃന്ദാവന ഭംഗിയൊക്കെ ആസ്വദിച്ച് ആരാളമാർഗഗത നിർമ്മലാപം. അപ്പം ആ ഗംഗ, ആ കാളിന്തി നദി, മറ്റേ ഗോവർദ്ധന പർവ്വതം, ആ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കണ്ണനെ കണ്ടതുകൊണ്ട് ഒരാൾക്കും യാത്രാക്ലേശം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വൃന്ദാവനത്തിൽ ചെന്ന് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഗോഷ്ഠങ്ങൾ, ഓരോരോ വീടുകൾ അങ്ങനെ അവർ നിർമ്മിച്ച് അവിടെ താമസാക്കി വൃന്ദാവനത്തിൽ. അപ്പോൾ ഈ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും കണ്ണന് കുറച്ച് ഒരു 5 വയസ്സ് പ്രായമായി തുടങ്ങി. അപ്പോൾ കണ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്, ഇതാ കണ്ടു, ഈ പ്രകൃതിയിലേക്കൊന്ന് നിങ്ങൾ നോക്കൂ, എന്തെല്ലാം വസ്തുക്കളാണ്. ഈ വൃക്ഷങ്ങൾ കണ്ടോ, എന്തിനു വേണ്ടിയിട്ട് ആ വൃക്ഷണം നിലകൊള്ളുന്നത്? അവർ വെയിൽ കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുകയാണ്. നമ്മളും അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരണം. അതിനു വേണ്ടിയാണ് ഫലന്തി നമ്രാസ്തരവ ഫലാഗമൈഹി. ഫലങ്ങളുണ്ടായാൽ വൃക്ഷങ്ങളൊക്കെ താഴ്ന്നു നിൽക്കുന്ന. നമ്മൾ സമ്പത്ത് വർദ്ധിക്കും തോറും നമ്മുടെ തല ഉയർന്നിട്ടാണ് വരിക. എന്നാലോ നമുക്ക് പ്രകൃതി പറഞ്ഞു തരാണ്, നമ്മുടെ ശിരസ് താഴ്ന്നു വരണം. കാരണം താഴ്മതാന അഭ്യുന്നതീന്ന, എത്രത്തോളം താഴ്ന്നു അത്രയാണ് ഉയർച്ച വരികയെന്ന്. ഇത് നമുക്ക് കാണിച്ചു തരണം മരങ്ങളെന്ന്. നദികളത്തെ ജലം അങ്ങനെ ഒഴുകി പോവുക. അവരെവിടെയും നിൽക്കണില്ല. എല്ലാവർക്കും ആരൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഉപകാരം ചെയ്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശുക്കൾ പാല് തരുന്നതോ അവർക്ക് ഉപകാരത്തിനല്ല, അവരെ പാല് ഉപയോഗിക്കണില്ല, ബാക്കിയുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പരോപകാരത്തിന് വേണ്ടി ജീവിക്കണം നമ്മൾ എന്ന് ഇതേ ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തരികയാണെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കണ്ണനും ഗോപകുമാരന്മാരെ കൂടിയിട്ട് അവരുടെ ജോലി പശുപരിപാലനമാണല്ലോ. അങ്ങനെ കുട്ടികളാണല്ലോ, അതുകൊണ്ട് പശുക്കുട്ടികളെ പരിപാലിക്കാൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നന്ദഗോപരോട് പറയുകയാണല്ലോ, എനിക്ക് ഒരു ഓടക്കൊള്ളി ഉണ്ടാക്കി തരണം അച്ഛാ. അങ്ങനെ നന്ദഗോപര് നല്ലൊരു ഓടക്കൊള്ളി ഉണ്ടാക്കി കൊടുത്തു കണ്ണന്. അപ്പോൾ ഈ കണ്ണൻ എപ്പോഴും ഓടക്കൊള്ളിൽ ഇങ്ങനെ വിളിക്കും. എന്താ, ആത്മഗീതാണ്. നമ്മളെയൊക്കെ ആനന്ദിപ്പിക്കുകയാണ് ഭഗവാന്റെ ആ സ്വരം കൊണ്ട്, ആഹ്ലാദഭരിതരാക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ആ ഓടക്കുള്ളിയും വിളിച്ച് പശുക്കുട്ടികളെയും കൊണ്ട് അടുത്ത വീട്ടിലത്തെ ഗോപന്മാരും കൂടി ഇങ്ങനെ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ പോകാറുണ്ട്. ദിവസവും ഇങ്ങനെ പോകും, കാലത്ത് പോവും, ഭക്ഷണമൊക്കെ അവർ കൊണ്ടുപോകും. അങ്ങനെ ആ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കും, പശുക്കളെ നോക്കും. പശുക്കളെ ഒരു ബുദ്ധിമുട്ടില്ല നോക്കാൻ. എന്താ കാരണം വെച്ചാൽ ഏതെങ്കിലും പശുവിനെ കാണാണ്ടായി ഓടക്കുള്ളി ആ പശുവിൻ്റെ പേരിങ്ങനെ വിളിക്കും. അപ്പോൾ ആ പശു തീറ്റയ്ക്ക് നിർത്തി ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. അങ്ങനെയാണ് ഭഗവാൻ നമ്മളെ ആകർഷിക്കുന്നതാണ്. ആകർഷിച്ചിട്ടും അടുത്ത് ചെല്ലാതാൻ മടിയാണ് പല ആൾക്കാർക്കും. അതുകൊണ്ട് ആകർഷിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്ക് ഇവരൊക്കെ വരുന്നതാണ്. അങ്ങനെ ഓരോ ദിവസവും ഈ കംസനറിയാം ഈ കൃഷ്ണനാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് കൃഷ്ണൻ എവിടെ താമസിക്കുക ഉടയ്ക്കുക അസുരന്മാരെ പറഞ്ഞിരിക്കും. അങ്ങനെ ബക്കൻ എന്ന് പറഞ്ഞ അസുരനെ പറഞ്ഞയച്ചു. കൊക്കിൻ്റെ വേഷത്തിൽ ആ ബകാസുരനെ കൊന്നു. ചുരുക്കകഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബകാസുരനാരാ? നമ്മുടെ ഉള്ളിലുള്ള അഹന്ത. ഞാനാണ് കേമൻ, ഞാനാണ് ആരാണിവിടെ നേതാവ്, എന്നെ എതിർക്കാൻ ആരുമില്ല എന്ന് പറയണ ഒരു അഹന്ത. അതാണ് ഈ ബകാസുരനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ അഹന്തയെ നശിപ്പിക്കണം എന്ന് മനസ്സിലാക്കി തരികയാണ്. അതേപോലെ പശുക്കുട്ടികളുടെ ഇടയിൽ ഒരു പശുക്കുട്ടിയായിട്ട് വന്നു വത്സാസുരൻ എന്ന് പറഞ്ഞൊരസുരൻ. ആ അസുരനും ആ പശുക്കുട്ടിയായിട്ട് വന്നു നിന്നപ്പോൾ ബാക്കിയുള്ള ഗോപാലന്മാർക്കൊന്നും അറിയില്ല, ഭഗവാൻ അറിയാലോ. ആ പശുക്കുട്ടിയെ പിടിച്ച് കാല് പിടിച്ച് വലിച്ചങ്ങോട്ട് അടിച്ച് കൊന്നു എന്നാണ് കഥ. അപ്പോൾ ആ വത്സാസുരൻ ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള മമതയാണ്. ഈ സംഘമാണ് നമുക്ക് ആപത്തുകളുണ്ടാക്കുന്നത്. എന്താ, സംഘത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാകുന്നു? ധ്യായതോ വിഷയാൻ പുംസാ സംഘസ്തേഷൂപജായതേ സംഘസഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ സംഘം എന്ന് പറയുന്നത്. ഈ മമത കൊണ്ടാണ് ഈ സംഘം ഉണ്ടാവുന്നത്. എൻ്റെ മമത വെച്ചാൽ എൻ്റേത് നിൻ്റേത് എന്നുള്ള വേർതിരിച്ച ഭാവം അങ്ങനെയൊന്നുമില്ല. എല്ലാം ഭഗവാന്റെയാണ്, നമ്മുടെ എന്നൊരു വസ്തു ഇവിടെ ഇല്ല. കാരണം ആ ഒരു ഗ്രന്ഥത്തിൽ പറയണം, മന്ധാദാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗത. യുഗത്തിന് അലങ്കാരഭൂതനായിട്ടുള്ള മന്ധാതാവ് എന്ന രാജാവിയുടെ രാജ്യം ഭരിച്ചു. ആ രാജാവിൻ്റെ കൂടെ ഭൂമി പോയില്ല.
അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു. സേതുർയേന മഹോദധോ വിരചിത ക്വാസോ ദശാസ്യന്തകഃ. ദശാസ്യൻ്റെ രാവണൻ്റെ അന്തകനായിരിക്കുന്ന ആ സേതു സമുദ്രത്തിൽ ചിറകെട്ടിയ ആ ശ്രീരാമനും ഇന്നെവിടെയാ? ശ്രീരാമൻ്റെ കൂടെ അയോധ്യാഭൂമി പോയില്ല. മാത്രമല്ല ഇതേപോലെ അന്യേചാപി യുധിഷ്ഠിര പ്രവൃതയ, യുധിഷ്ഠിരൻ മുതലായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള രാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിച്ചു. അവരുടെ കൂടെയും നൈകേനാഭിസമം ഗതാവസുമതി, ആരുടെ കൂടെയും ഭൂമി പോയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെയാണോ? അല്ല, നമ്മുടെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ വരണ്ടേ? വരുന്നില്ല. ഈ മമത എന്നുള്ള ബന്ധം നമ്മളോട് കളയണം. അതെങ്ങനെയാണ് കളയാൻ സാധിക്കുക? അപ്പോൾ ഭഗവാൻ പറയാണ്, അഹം ബീജപ്രദപിത, മാത്രമല്ല സർവഭൂതാത്മ, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്ന ആത്മാവാണ് ഞാൻ. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മുടെ അഹം മമ എന്ന ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഞാൻ വേറെ നീ വേറെ മറ്റത് എൻ്റേതെന്നുള്ള ഭാവം വരുന്നത്. ഇത് കളയണമെന്നാണ് ആ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ പശുക്കളെ മെച്ച് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഓടിച്ചാടി കളിക്കും, പശു ശിശു നിരയോടൊത്തു ചേർന്ന് ഉല്ലസിക്കും, പാടി കുഴൽക്കും വിമലരവം കൊണ്ടു രാഗം പകർന്നും. ഇങ്ങനെയാണ് അവർക്ക് ഒരു ക്ഷീണവും അറിയില്ല. ഈ കണ്ണൻ ഇങ്ങനെ തമാശകൾ പറഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കും. എന്താ അവരൊരു പരമാനന്ദ. ഈ പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാനാണ് ഈ ഗോപകുമാരന്മാരുടെ കൂടെ ഇങ്ങനെ ഓടിക്കൂടി നടക്കുന്നത്. പിന്നെയോ ഓടക്കുഴലിൽ ഇങ്ങനെ വിളിച്ച് അവരെ ക്ഷീണത്തെ ഇല്ലാതെയാക്കും. അങ്ങനെ പശുക്കളെ മേച്ച് നടക്കുമ്പോഴാണ് ബഗീബകാനുജ, പൂതനയുടെയും ഭഗൻ്റെയും സഹോദരനായിട്ടുള്ള അഘാസുരൻ. ഈ അഘാസുരൻ ഈ കണ്ണനെ കൊല്ലാനായിട്ട് കംസൻ്റെ നിയോഗം കൊണ്ട് വരികയാണ്. ഈ വൃന്ദാവനത്തിൽ സുഖമായിട്ട് കഴിയുന്ന ഈ കുട്ടികളെ കൊല്ലാനായിട്ട് അഘാസുരൻ വന്നു. അഘാസുരൻ ഏത് വേഷത്തിലാണ് വന്നത്? വലിയൊരു പെരുമ്പാമ്പായിട്ടാണ് വന്നത്. ഈ പെരുമ്പാമ്പിനെ കണ്ടാൽ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് പെരുമ്പാമ്പാന്ന് തോന്നിക്കാത്ത രീതിയിൽ അതിൻ്റെ കീഴ്ചുണ്ട് ഭൂമിയിലും മേൽചുണ്ട് ആകാശത്തേക്കും വെച്ചു. അപ്പോൾ ഒരു ഗുഹ പോലെ തോന്നി. കുട്ടികൾക്ക് കൗതുകമായി. കണ്ണ് നല്ലൊരു ഗുഹയാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ അവർ ആ ഗുഹയിലേക്ക് അങ്ങോട്ട് കടന്നുപോയി. നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ സുഖങ്ങൾ കാണുമ്പോൾ അറിയാതെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നു കാണിച്ചു തരാണ്. ഗോപന്മാരൊക്കെ അതിനുള്ളിലേക്ക് അങ്ങോട്ട് കടന്നുപോയി. അവസാനം രാമകൃഷ്ണന്മാരും കടന്നു. ഇതൊക്കെ ആകാശത്തുനിന്ന് ദേവന്മാർ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ കണ്ണൻ ഇതിനുള്ളിലേക്ക് കടന്നപ്പോൾ എല്ലാവർക്കും വിഷമായി. ഭഗവാനെ, ഈ കൃഷ്ണൻ ഈ ദുഷ്ടനിഗ്രഹത്തിന് ജനിച്ച ഭഗവാൻ ദാ ഈ അസുരൻ്റെ ഉള്ളിലായല്ലോ, നീ എന്തു ചെയ്യും? ആ മാനുഷിക പ്രഭാവത്തെ അവർക്കാർക്കും അറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? 3 അടിയായി അളക്കാനായിട്ട് ഭഗവാൻ എപ്രകാരമാണോ വാമനാവതാരം എടുത്തെടുത്ത ഭഗവാൻ വലുതായി വന്നത്, അതുപോലെ ഈ അഘാസുരൻ്റെ ഉള്ളിൽ മെല്ലെ ഇങ്ങനെ വലുതായി എന്നർത്ഥം. അപ്പോഴും ഈ ചുണ്ടിങ്ങനെ കൂട്ടി. എന്താ കാരണം വെച്ചാൽ അവർക്കൊന്നും സാധിക്കാത്ത എനിക്ക് സാധിച്ചു. അതുകൊണ്ട് കംസൻ എനിക്ക് ധാരാളം സമ്മാനങ്ങൾ തരും എന്ന സന്തോഷത്തിൽ ചുണ്ടിങ്ങനെ അമർത്തി പിടിച്ചു, കൊക്ക് കുട്ടി പിടിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പം എന്ത് ചെയ്തു? ഈ ഭഗവാൻ വളർന്ന് ഇവിടെ ശ്വാസം കൂടെ മുട്ടി ഉത്തമാംഗം വളർന്നിട്ടാണ് ആ വായു. ശരിക്കും ഉത്തമമായ മരണം അങ്ങനെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. സാത്വിക രാജസ താമസ ഗുണങ്ങളുള്ള ഓരോരോ ആൾക്കാരുടെയും മരണത്തിനെക്കുറിച്ച് അവരുടെ ആത്മാവിൻ്റെ ഗതിയെക്കുറിച്ചൊക്കെ ഭഗവത്ഗീതയിൽ വിസ്തൃതമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഉത്തമാംഗം പൊട്ടി ഒരു തേജസ് ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. ഇത് ദേവന്മാരവിടെ നോക്കി ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ ഈ ഭഗവാൻ എന്തു ചെയ്തു? ആദ്യം താൻ രക്ഷപ്പെട്ടില്ല. ഓരോ ഗോപന്മാരിങ്ങനെ പുറത്തേക്ക് ഇറക്കി ഗുഹയെന്ന്. അവസാനം താനും പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ മുകളിലുണ്ടായിരുന്ന ആ ജ്യോതിസ് ഭഗവാനിൽ വന്നങ്ങോട്ട് ലയിച്ചു. അപ്പോൾ ലയിച്ചപ്പോൾ ദേവന്മാർക്കൊക്കെ അത്ഭുതമായി. എന്താ ഇത്? അതല്ലേ ഭഗവാന്റെ അത്ഭുത ബാലകൻ എന്ന് പറയണത്, അത്ഭുത ലീലകൾ എന്ന് പറയണത്. അങ്ങനെ ആ അഘാസുരന് മോക്ഷം കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ ഈ അഘാസുരന് എങ്ങനെയാണ് മോക്ഷം കൊടുത്തത്? അഖം എന്ന് പറയുന്നത് പാപമാണ്, നമ്മുടെ ഉള്ള പാപവാസനകളാണ്. അപ്പം നമ്മൾ ആദ്യം ഓർക്കണം, പൂതനയുടെ ഉണ്ടായിരുന്ന ആ അവിദ്യ, ജഡത്വം, മറ്റേ കാമവാസനകൾ, അഹന്ത, മമത, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായാൽ വരുന്നത് എന്താണ്? പാപവാസനകളാണ്. പാപം ചെയ്യാനുള്ള പ്രേരണകൾ. ഈ വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ, ഈ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പാപമേ ചെയ്യൂ. എന്താ പാപം? ദ്രോഹം മറ്റുള്ളവർക്ക്. കാരണം ഭഗവാനാണ് എല്ലാം എന്നറിയാതെ ഞാൻ കേമൻ എന്ന് വിചാരിച്ച് മറ്റുള്ളവരൊക്കെ ഉപദ്രവിച്ച് ജീവിക്കുന്ന അഖം. ഈ പാപം തീരാൻ എന്താ ചെയ്യുക? ഈ അഘാസുരൻ എന്താ ചെയ്ത്? ഉള്ളിൽ ഭഗവാനികൾ നിറച്ചു. അതുപോലെ നമ്മുടെ ഉള്ളിൽ പരമാത്മാവായിരിക്കുന്ന അന്തര്യാമിയാണ് ഭഗവാൻ. നമ്മുടെ അന്തര്യാമിയായിട്ട് നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്ന ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ പുറത്താണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ പുറത്തും ഭഗവാനുണ്ട്. ആ പുറത്തുള്ള ഭഗവാനെ
ഉള്ളിൽ കാണാൻ കഴിയണം. ആ അഘാസുരനെ പോലെ ഉള്ളിൽ ഭഗവാനെ നിറയ്ക്കണം. അതിന് നമ്മുടെ അഹന്ത, മമത, അജ്ഞാനം, ജഡത്വം ഒക്കെ കളയണം എന്നാണ് ഈ ഓരോരോ കഥകളെ കൊണ്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ അഘാസുര നിഗ്രഹ, അഘാസുര മോക്ഷം, അഘമോക്ഷം എന്നാണ് പറയുക. അപ്പോൾ അന്ന് എന്താ ഉണ്ടായിരുന്ന കാലത്ത്, അത് മുമ്പേ പറയേണ്ടത്, അവരെല്ലാവരും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ബിഭ്രദ്വേണം ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകമളം തത്ഫലാന്യങ്കുലീഷോ തിഷ്ഠൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയന്നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുഗ്ബാലകേളിഹേ. ഈ അഘാസുര നിഗ്രഹത്തിൽ അഘാസുരന് മോക്ഷം കൊടുത്തു കണ്ടപ്പോൾ ഈ ചെറിയ ശിശുവിന് ഇത്രയൊക്കെ ശക്തി ഉണ്ടോ എന്ന് തോന്നിയ ആർക്ക്? ബ്രഹ്മാവിന്. അതാണ് അന്യാവതാര നികരേഷു അനിരീക്ഷിതം തേ. മറ്റവതാരങ്ങളിലൊന്നും കാണാത്ത അങ്ങയുടെ അഭൗമമായ ആ പ്രവൃത്തി കണ്ടിട്ട്, ആ ലീല കണ്ടിട്ട് ബ്രഹ്മാ പരീക്ഷിതുമന, ബ്രഹ്മാവ് പരീക്ഷിക്കണം എന്നിങ്ങോട്ട് തോന്നിയത്രേ ബ്രഹ്മാവിന്. അപ്പോൾ ഇത് ചെയ്തു, സ്വപരോക്ഷം ആ ഭാവമൊക്കെ മാറ്റി എന്തു ചെയ്തു? മായ കൊണ്ട് ഇവരൊക്കെ മറയ്ക്കാൻ തീരുമാനിച്ചു. പശുക്കളെ ഇങ്ങോട്ട് മറച്ചു ആദ്യം, പശുക്കുട്ടികളെ. ഇവരോ എവിടെയാ? കുട്ടികളൊക്കെ ഇങ്ങനെ വട്ടത്തിൽ, അതാണ് ബിഭ്രത് വേണം ജഠരപട്ട. ഇവിടെ ഇങ്ങനെ ഓടക്കുള്ളിൽ ഇവിടെ തിരികിക്കുക, കക്ഷത്തിൽ കോല് കൊമ്പ് ഒക്കെ കക്ഷത്തിൽ വെച്ചിട്ട് വാമേ പാണവും മസൃണകമളം, ഈ കബളം ഇടത്തെ കയ്യിൽ ചോരൂറിൽ വെച്ചേക്കുക. എന്നിട്ടോ ഈ ഇവിടെ ഓരോ വിരലിടും തൽഫലാന്യങ്കുലീഷോ, ഈ ഊണ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊണ്ടാട്ടം, ഉപ്പേരി, പപ്പടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ വിരലിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് കുട്ടികളോടൊക്കെ ഓരോ നർമ്മഭാഷകൾ പറയുകയാണ് ഈ ശ്രീ ഭഗവാൻ. അതൊക്കെ കേട്ട് ചിരിച്ചിരിക്കുന്ന ആൾക്കാർ, കുട്ടികൾ. അപ്പോൾ പറയണ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുഗ്ബാലകേളിഹി. ആരാണ് ഈ ഇരിക്കുന്ന കുട്ടി? യജ്ഞഭുക്കാണ്. കർമ്മ പരീക്ഷികളായിരിക്കുന്ന, കർമ്മഗ്രാഹികളായിരിക്കുന്ന, കർമ്മമോഹികളായിരിക്കുന്ന ആൾക്കാർ യജ്ഞയാഗാദികളെ കൊണ്ട് ഭഗവാനെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ യജ്ഞ ഹവിസ് സ്വീകരിക്കുന്നവനായ ഈ ഭഗവാനാണ് തലേ ദിവസത്തെ പാലിൽ ഒരു തുള്ളി മോരൊഴിച്ച് ഉറവിച്ച് വെച്ച ആ തൈരൂട്ടിയ ചോറ് സന്തോഷത്തോടുകൂടി ഭജിക്കുന്നത്. അപ്പോഴോ ഈ കർമ്മയോഗത്തിൻ്റെയും ഭക്തിയോഗത്തിൻ്റെയും മേളനമാണ് ഈ വനഭോജന സമയത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. കർമ്മയോഗികൾ കർമ്മം കൊണ്ട് ഭഗവാനെങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഓരോരോ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട്. പക്ഷേ ഭഗവാനെ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയണത്. കാരണം ഈ സംസാര സാഗരത്തിലുള്ള പലതിലും മുഴുകിയത് കൊണ്ട് കർമ്മയോഗികൾ യശസ്സിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും യജ്ഞയാഗാദികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. എന്നാലും അവർ കൊടുക്കുന്ന ആ ഹവിസ് സ്വീകരിക്കും ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ, എന്താ പറയുക, പരിശുദ്ധമായിട്ടുള്ള ആ ഹവിസ് സ്വീകരിക്കുന്ന ഭഗവാനാണ് ഈ ചെറിയ കുട്ടികൾ നൽകുന്ന ഈ ഭക്ഷണം ഭക്ഷിക്കുന്നത്. അപ്പോൾ അതെന്താ? ഭക്തിയോഗത്തിൻ്റെ, കർമ്മയോഗത്തിൻ്റെ, ഭക്തിയോഗത്തിൻ്റെ. എന്താ ഭക്തി? ഈ കുട്ടികൾക്ക് ഇത് ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, എങ്കിലും എന്തോ ശക്തി ഉണ്ട് കണ്ണനെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാം ഭഗവാന് കൊടുക്കുക. എന്താ കണ്ണിന് മേടിച്ചാൽ അതൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാവണം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. അതാ ഭഗവാൻ കാണിച്ചു തരുന്നത്. എനിക്ക് വലിയ പഞ്ചസാര പായസമൊന്നും വേണ്ട, മനഃശുദ്ധിയോടുകൂടി തരുന്ന ഒരു തുള്ളി വെള്ളം മതിയെന്നോ. രാമായണത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ശ്രദ്ധയോടും കൂടെ വാരിയെന്ന അഖിലം ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഈ ശ്രദ്ധയോടുകൂടി തുള്ളി വെള്ളം സന്തോഷത്തോടെ തന്നാൽ അതാണ് എനിക്ക് പ്രിയം. ഒരു ഇല, ഒരു പൂവ്, ഒരു ഇല അല്ലെങ്കിൽ വെള്ളം എന്തായാലും സന്തോഷമാണ്. മനസ്സന്തോഷത്തോടെ മനത്തുഷ്ടിയോടുകൂടി തന്നാൽ അതാണ് എനിക്ക് സന്തോഷം എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ് ഈ വനഭോജനത്തിലൂടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറയണം, ഇവർ ഭക്ഷണം കഴിക്കണേ ഉള്ളൂ, ഉരുളങ്ങനെ വെച്ചു. ആ രംഗാണ് ഇപ്പോൾ വർണ്ണിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണാ നമ്മുടെ പശുക്കളെ കാണാനില്ലല്ലോ, നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞാൻ നോക്കിയിട്ട് വരാട്ടോ. ആദ്യം കണ്ണൻ ഓടക്കൊള്ളി ഇങ്ങനെ വിളിച്ചു ഓരോരുത്തരുടെ പേര്, പക്ഷെ കാണാനില്ല. അപ്പോൾ ഭഗവാൻ ആ പശുക്കുട്ടികളെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. ആ കാട് മുഴുവൻ അന്വേഷിച്ചു, കണ്ടില്ല. അതാണ് നമ്മളും അങ്ങനെയാണ്. ഓരോരോ സ്ഥലത്തും ഇങ്ങനെ അന്വേഷിക്കും പരമാത്മാവിനെ. എവിടെയാ? ഇവിടെയുള്ള പരമാത്മാവിനെ അവിടേക്ക് അന്വേഷിച്ച് നടക്കുന്നത്. ഇവിടെയുള്ള പരമാത്മാവിനെ കാണാൻ സാധിക്കാത്തൊരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളിടത്ത് ഭഗവാനെ കാണാൻ സാധിക്കുക? അങ്ങനെ നിറഞ്ഞ ഹൃദയത്തോടെ ഭഗവാനെ കണ്ടാൽ കണ്ടുപിടിക്കാൻ നമുക്ക് പരമാത്മാവിനെ കാണാൻ സാധിക്കും. ഇതുപോലെ ഈ ഭഗവാൻ അവിടെ ചെന്ന് നോക്കി പശുക്കളെയൊന്നും കാണാനില്ല, നമുക്ക് മനസ്സിലാക്കി തരാണ്. തിരിച്ച് കുട്ടികളോട് പറയാൻ വരികയാണ്, പശുക്കളെ കാണാനില്ലല്ലോ എന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ കുട്ടികളും ഇല്ല അവിടെ. അപ്പോൾ ആകെ പരിഭ്രമമായി, എന്തു പറ്റി? അപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഓ ഇത് ബ്രഹ്മാവിൻ്റെ കളിയാണ്. എന്നോട് ബ്രഹ്മാവ് കളിച്ചാൽ ഞാനൊരു കളി കളിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു?
ഭൂതാത്മാവാണ് ഭഗവാൻ, അന്തര്യാമിയാണ് ഭഗവാൻ, പൂർണ്ണ ബ്രഹ്മമാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്തു ചെയ്തു? എത്ര പശുക്കുട്ടികൾ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ, ഓരോരോ വീടുകളിലും, ചിലത് വെളുത്ത പശു, ചിലത് കറുത്ത പശു, ചിലത് പുള്ളിപ്പശു, ഇങ്ങനെയുള്ള ഓരോരോ പശുകൾ, ചിലരുടെ വാല് ചെറുത്, ചിലരുടെ വാല് നീളുള്ളത്, അതെങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ അങ്ങോട്ട് ഭഗവാൻ തൻ്റെ യോഗമായ കൊണ്ട് അങ്ങോട്ട് സൃഷ്ടിച്ചു. അതേപോലെ ഗോപന്മാരെ, ഓരോ വീട്ടിൽ നിന്നും ഓരോരോ ഗോപന്മാരെ ഏതേത് വേഷത്തിലാണോ വന്നിരുന്നത് അതാത് വേഷത്തിലെ അതാത് ഭാവത്തോടു കൂടി ഭഗവാൻ ഗോപന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ പതിവ് പോലെ ഈ പശുക്കളെ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുപോവും, കാലത്ത് പോവും, അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എന്നാലോ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഈ കുട്ടികളെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു വാത്സല്യം, മുമ്പില്ലാത്തൊരു വാത്സല്യം. എന്താ കാരണം? പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത്, പരിപൂർണ ബ്രഹ്മാണല്ലോ അവർ മുമ്പിൽ വന്നിരിക്കുന്നത്. അവർക്കതറിയില്ല. അപ്പം ആ അറിയാതെ, ആ ബ്രഹ്മത്തെ സ്പർശിക്കുമ്പോൾ അവരറിയാതെ ആഹ്ലാദിച്ചു പോവാണ്. അതുപോലെ പശുക്കുട്ടികളെ കാണുമ്പോൾ ഒരു നിർവൃതി, മുമ്പില്ലാത്തൊരു നിർവൃതി. ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയി എന്നാണോ. അപ്പോൾ ഭഗവാനെ നമ്മുടെ ഉള്ളിലങ്ങോട്ട് വന്നാൽ നമ്മൾ നിർവൃതി അടയുന്ന, വിവരിക്കാനാവാത്ത സന്തോഷമാണ് ഈ നിർവൃതി എന്ന് പറഞ്ഞാൽ. ആ നിർവൃതിയിൽ നമുക്ക് എത്താൻ സാധിക്കും എന്ന് കാണിച്ചു തരാണ് ഈ പ്രവൃത്തിയിലൂടെ. പരമാത്മ ചൈതന്യത്തെ എല്ലാ ജീവജാലങ്ങളിലും ദർശിക്കാൻ കഴിഞ്ഞാൽ ഇതൊക്കെ കഴിയുമെന്ന് പറഞ്ഞു തരാണ്. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് നോക്കി, ഇപ്പൊക്കെ തകർന്നുണ്ടാവും ഈ കുട്ടിയുടെ വികൃതിയൊക്കെ എന്ന് വിചാരിച്ചു വന്ന് നോക്കിയപ്പോൾ താൻ മറച്ച പശുക്കളും കുട്ടികളൊക്കെ ദാ നിൽക്കണു ഇവിടെ. ഇതെന്തൊരു അത്ഭുതം! ചെന്ന് നോക്കി, താൻ മറച്ചെടുത്തുണ്ടോ അവരൊക്കെ? നോക്കിയപ്പോൾ അവരൊക്കെ അവിടെ സുഖമായിട്ട് നിൽക്കുന്നു. അപ്പം പരിഭ്രമായി ഒന്ന് നോക്കിയപ്പോഴോ നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ്യ, അവിടെ മുഴുവൻ ആരെയാ കാണുന്നത്? നാരായണമയം. എല്ലാ പശുക്കളും ഭഗവത് സ്വരൂപം, എല്ലാ ഗോപന്മാരും ഭഗവത് സ്വരൂപം. അപ്പോഴാണ് ഈ കുട്ടിയുടെ മഹത്വം മനസ്സിലാക്കിയത്. ബ്രഹ്മാവിൻ്റെ സകല ഗർവം ശമിച്ചു. ബ്രഹ്മാവ് ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, താനാര്? ഞാൻ ബ്രഹ്മാവാ. അവിടെയുള്ള ആൾ പറയാം, ഞാൻ ബ്രഹ്മാവാ. അപ്പോൾ ബ്രഹ്മാവിനെ ചോദിച്ചു, ഞാനല്ലേ ബ്രഹ്മാവ്? വേറെ അടുത്ത് വന്നു, താനാരാ? ബ്രഹ്മാവ്. ഞാനല്ലേ ശരിക്കുള്ള ബ്രഹ്മാവ്? ഇങ്ങനെ ആ ബ്രഹ്മാവിനിട്ട് വട്ടം കറക്കി എന്നാണ് പറയണത്. ഇങ്ങനെ നമ്മളെയും ഈ സുഖത്തിന് പിന്നാലെ പോകുന്ന, അജ്ഞാനത്തിൻ്റെ പിന്നാലെ പോകുന്ന, ആ ജഡത്വത്തിൻ്റെ പിന്നാലെ പോകുന്ന, കാമവാസനകളുടെ പിന്നാലെ പോകുന്ന നമ്മളെയും ഇതുപോലെ ക്ലേശിപ്പിക്കും. അത് ക്ലേശിപ്പിക്കാതിരിക്കാൻ നമ്മുടെ ഉള്ളിൽ ഗർവുണ്ടാവരുത്. അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ ഗർവിനെയൊക്കെ നശിപ്പിച്ചു എന്നാ. ഈ ഗർവ് നശിച്ചു എന്നറിയാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സ്തുതി. അതേപോലെ അഹങ്കാരം, അതേപോലെ അപരാധം, നമ്മൾ ചെയ്ത അപരാധങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ സ്തുതിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സ്തുതിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ബ്രഹ്മാവ് വന്ന് സ്തുതിക്കുകയാണ് ഭഗവാനെ. അപ്പോൾ പറയാണ്, ഭഗവാനെ, സർവ്വ അന്തര്യാമിയായിരിക്കുന്ന അങ്ങയെ എനിക്ക് കാണാൻ സാധിച്ചില്ല. എൻ്റെ അജ്ഞത കൊണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചില്ല. പശ്യേശമേ അനാര്യം അനന്ത ആത്മനി പരാത്മനി ത്വയ്യഭിമായി മായിനി മായാവിധത്യേക്ഷിതും ആത്മവൈഭവം ഹ്യഹം. എന്താ പറയണത്? അല്ലയോ ഭഗവാനെ, എൻ്റെ ഈ അജ്ഞത, എൻ്റെ അഹംഭാവം, എൻ്റെ അറിവില്ലായ്മ ഭഗവാനെന്ന് മനസ്സിലാക്കൂ. എൻ്റെ അജ്ഞത കൊണ്ട് ഞാൻ എന്തു ചെയ്തു? മായിനി, ദേവന്മാരിൽ പോലും മായ പ്രയോഗിക്കാൻ കഴിയുള്ള അങ്ങയിൽ ഞാൻ മായ പ്രയോഗിക്കാൻ തുടങ്ങിയില്ലേ? ആ മായ പ്രയോഗിക്കാൻ തുടങ്ങിയ എൻ്റെ അപരാധത്തെ അങ്ങ് പൊറുക്കണേ ഭഗവാനെ, അതെൻ്റെ അജ്ഞതയാണേ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത്? അങ്ങയിൽ മായ പ്രയോഗിക്കാൻ, മായാമയനായിട്ടുള്ള അങ്ങയെ മായ പ്രയോഗിക്കാൻ. അത് ഏതുപോലെയാണെന്നാ പറയണ? അർച്ചിരഗ്നി, അഗ്നിയിൽ നിന്നൊരു കണം, ഒരു സ്ഫുലിംഗം വേർപെട്ട് നിന്ന് അത് വന്ന് അഗ്നിയെ തപിപ്പിക്കാൻ മോഹിക്കുന്നത് പോലെയാണോന്ന്. ഈ ഒരു അഗ്നി കണം അഗ്നിയെ ചൂടാക്കാൻ പറ്റുമോ? അതുപോലെയാണ്. അങ്ങയിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ, അങ്ങയുടെ നാഭിപത്മത്തിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ. ഞാൻ എൻ്റെ സ്വന്തമായിരിക്കുന്ന, എൻ്റെ പിതാവായിരിക്കുന്ന, എൻ്റെ സർവസ്വമായിരിക്കുന്ന അങ്ങയെ പരീക്ഷിക്കാനായിട്ട് ഞാൻ മുതിർന്നത് എത്ര വലിയ തെറ്റാണ് ഭഗവാനെ, ക്ഷമിക്കണേ. ഉക്ഷേപണം ഗർഗദസ്യ പാദയോഹോ ന കൽപ്പതേ മാധുരധോക്ഷജാഗസേ. ഒരമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന അമ്മ, ആ കുട്ടിക്കൊരു വിധം 6-7 മാസമാകുമ്പോൾ കുട്ടി വയറിൽ കിടന്നിട്ട് ഇങ്ങനെ കാലും കൈയൊക്കെ ഇളക്കും. അത് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അപരാധമായിട്ട് തോന്നുമോ? ഒരു വിഷമായിട്ട് തോന്നുമോ? ഇല്ല. തൻ്റെ മകൻ, തൻ്റെ കുട്ടി എന്നുള്ള ഒരു സ്നേഹമാണ്. അതുപോലെ ഭഗവാനെ, ആ കുട്ടിയോട് കുട്ടി ചെയ്യുന്ന അപരാധമായിട്ട് തോന്നാത്തതുപോലെ എൻ്റെ തെറ്റും അങ്ങയ്ക്ക് അപരാധമായിട്ട് തോന്നരുതേ ഭഗവാനെ, ക്ഷമിക്കണേ ഭഗവാനെ, എൻ്റെ അജ്ഞത ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെന്താ പറയണത്? അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസ. ഈ നന്ദഗോപരുടെ ഗോകുലത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഭാഗ്യം എന്താ ഭാഗ്യം? എന്മിത്രം പരമാനന്ദം.
പൂർണ്ണം ബ്രഹ്മ സനാതനം, സനാതനായിരിക്കുന്ന പരിപൂർണ ബ്രഹ്മത്തെ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിച്ചില്ലേ, മിത്രായി തീർക്കാൻ സാധിച്ചില്ലേ. എന്താ ഇവിടെ ഒരു ഭാഗ്യം, ഭാഗ്യം ഭാഗ്യം എന്ന് വിചാരിച്ച ആ ഗോപസ്ത്രീകളെ ഗോപന്മാരൊക്കെ നമസ്കരിക്കുക മനസ്സാ ബ്രഹ്മാവ് ഇട്ട് പറയണം. അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേത്തി സർവദൃക്ക്, അങ്ങ് എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും പ്രവൃത്തികളും ഒക്കെ അറിയാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. നമ്മളത് അറിയണില്ല, ആരും കാണില്ല വെച്ചിട്ടാവും നമ്മൾ പലതും ചെയ്യുക. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് സർവചരാചരം കുടികൊള്ളുന്ന സർവദൃക്ക്, എല്ലാം കാണുന്നവനാണ്, സർവവിത്ത് എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ അപരാധം ക്ഷമിച്ച് എനിക്ക് ആജ്ഞാപിച്ചാലും അങ്ങേ ഞാൻ എല്ലാമിതായി പ്രപഞ്ചം തന്നെ അങ്ങെല്ലാം സമർപ്പിക്കുന്നു. കാരണം പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെയാണ്, ഞാൻ സൃഷ്ടികർത്താവാണ്, ഞാൻ അങ്ങനെയുള്ള ആളാണെന്നുള്ള ഭാവത്തോടുകൂടി അങ്ങയെ പരീക്ഷിച്ചാൽ എന്നോട് ക്ഷമിക്കണേ ഭഗവാനേ എന്നുള്ള ഗർവ് ശമിച്ചിട്ടുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു. തൻ്റെ മായയൊക്കെ ഭഗവാൻ വിട്ടു. ആ പഴയ പോലെ ബ്രഹ്മാവ് മറിച്ച പശുക്കളെയും കുട്ടികളെയൊക്കെ കൊടുത്തപ്പോഴോ എപ്രകാരമാണോ മുമ്പ് ഈ ഉരുള കയ്യിൽ വെച്ചിരുന്നിരുന്നത് അപ്രകാരം ഇരിക്കണോളങ്ങനെ ഒരു മാറ്റവും ഇല്ലാണ്ടേ. അപ്പോൾ അത്ഭുതമായി ആർക്ക്, ഈ കുട്ടികൾ പറയാ, ഐ കണ്ണൻ ഇന്നൊരു പാമ്പിനെ കൊന്നില്ലേ. അങ്ങനെ അവർ ഊണൊക്കെ കഴിച്ച് വൈകുന്നേരം ചെന്നപ്പോൾ വീട്ടിൽ നിന്ന് പറയാ, ഉണ്ണിക്കണ്ണൻ ഇന്നൊരു പാമ്പിനെ കൊന്നു, വലിയൊരു പാമ്പിനെ. എല്ലാവരും വന്ന് നോക്കിയപ്പോൾ അത് ആകെ ജീർണിച്ച് വശം കെട്ട് കിടക്കണു. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു പോയത് ഗോപന്മാരോ പശുക്കളോ ഗോപകുമാരന്മാരോ ആരും അറിഞ്ഞു, ബലരാമൻ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അറിയണമെന്നാണ് പറയുന്നത്. അത്ര മഹത്വമാണ്, അത്ര അത്ഭുതകരമായിട്ടുള്ള ലീലകളാണ് ഭഗവാന്റെ. അപ്പോൾ ഈ ബ്രഹ്മാവ്, അപ്പോൾ ഇതുവരെയൊക്കെ ഈ ജയിച്ചത് ആസുരീയ വൃത്തികളായിരുന്നു. ആസുരീയ വൃത്തികളൊക്കെ നമ്മൾ ജയിച്ചു. ഇതാ ഇനി ദൈവിക വൃത്തികളാണ് ബ്രഹ്മാവ് ബുദ്ധിയുടെ ദേവതയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇതേപോലെ പശുക്കളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പോയിപ്പോൾ ഒരു ദിവസം മുഞ്ചാടവി എന്ന് പറഞ്ഞൊരു കാടുണ്ട്, ഐഷീകവനം എന്നാണ് പറയുക. അവിടേക്ക് പശുക്കളും ഗോപന്മാരും നല്ലോണം പുല്ലുള്ള സ്ഥലം, അവിടേക്ക് അങ്ങോട്ട് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടുതീ അങ്ങോട്ട് വന്നു. അപ്പോൾ അവർ കൃഷ്ണ കൃഷ്ണ മഹാബാഹോ രാമ രാമ അമിത തേജസ് അങ്ങനെ വിളിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ പാഹി പാഹി, രക്ഷിക്കണേ. അവർക്ക് അതേ വിളിക്കാവുള്ളൂ. അത് കാരണം എപ്പോഴും കൃഷ്ണനാ രക്ഷിക്കാൻ ഓടി വരിക. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടായോ, എന്നാൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട, എല്ലാവരും കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചു. അവർക്ക് വിശ്വാസമാണ്, കണ്ണടച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊരാൾക്ക് സംശയം തോന്നിയില്ല. കണ്ണടച്ചു, എല്ലാവരും കണ്ണടച്ചു. കണ്ണടച്ചപ്പോഴോ ഭഗവാൻ ആ അഗ്നി അങ്ങോട്ട് തൻ്റെ മുഖത്തിലേക്ക് അങ്ങോട്ട് ഗ്രസിച്ചു, വിഴുങ്ങി എന്നാണ് പറയണത്. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? ഭഗവാൻ അഗ്നിസ്വരൂപനാണ്. ത്വം അഗ്നി, ത്വം തേജ, ത്വം വായു എന്ന് സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇതിൽ അഗ്നിയാണ് അങ്ങ്, ഭഗവാൻ അഗ്നിയാണ്, തേജസ്സാണ്, മറ്റേ വായുവാണ്, ജലമാണ്, ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അഗ്നിസ്വരൂപനായിട്ടുള്ള ഭഗവാന് എന്താ അഗ്നിയെ പാനം ചെയ്യാളോ? ഭഗവാൻ അഗ്നിസ്വരൂപനാണ്. അതുകൊണ്ടാണല്ലോ അഗ്നിസ്വരൂപനായിട്ടുള്ള ആ അഗ്നിയിൽ പ്രഹ്ലാദൻ വീണപ്പോൾ അഗ്നി രക്ഷിച്ചു പോയത്, അഗ്നി തടുത്തുപോയത്. അപ്പം അഗ്നിസ്വരൂപനാണ് ഭഗവാൻ. പ്രഹ്ലാദൻ്റെ ഭക്തി കണ്ടിട്ട് ആ അഗ്നി പോലും പ്രഹ്ലാദനെ ദഹിപ്പിച്ചില്ല എന്നോ. അപ്പോൾ അഗ്നിസ്വരൂപനാണ് ഭഗവാൻ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത, ഞാൻ അഗ്നിയായിട്ട് എല്ലാ ജീവജാലങ്ങളെയും ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. എന്നിട്ടാണ് പ്രാണാപാന, ഈ നമുക്ക് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവാനുള്ള അഗ്നിയായിട്ട് നമ്മളിൽ കുടികൊള്ളുന്നത് അഗ്നിസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ അഗ്നിയെ പാനം ചെയ്തു എന്നാ. അപ്പോൾ അഗ്നിയെ ജയിച്ചു എന്നർത്ഥം. ബുദ്ധിയെ ജയിച്ചു, അഗ്നിയെ ജയിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഗോപന്മാർ ഇതുപോലെ ആ ഗോപസുന്ദരിമാർക്ക് ഈ ഭഗവാനോട് നല്ല താല്പര്യമാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഈ കൃഷ്ണ ഇവർക്ക് ചെറിയൊരു അഹംഭാവം ഉണ്ട്, എന്നാൽ ഒന്ന് തീർക്കണം എന്ന് വിചാരിച്ചു. അവരെന്നും ഈ യമുനാ നദി തീരത്ത് ചെന്നിട്ട് ഇങ്ങനെ കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേഹി പതിമേ ഗുരുതേ നമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന അവർക്കൊന്ന് സഫലാക്കി കൊടുക്കണം. എന്നാലോ അവർ ഈ ഇതൊക്കെ കഴിഞ്ഞാൽ പൂജ അവസാനിക്കുന്ന അന്ന് കാളിന്തി ജലത്തിൽ വിവസ്ത്രരായിട്ട് കുളിക്കാൻ. അപ്പോൾ ഭഗവാൻ വന്നു ഇവരെ വസ്ത്രമൊക്കെ എടുത്ത് മരത്തിന് മുകളിൽ വന്ന് ഓടക്കൊണ്ട് വിളിച്ചു എന്നാ. ഈ വസ്ത്രമൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് എന്തിനാ ഭഗവാൻ മരത്തിന് മുകളിൽ കഴിക്കണം? നമുക്കൊരു തത്വം മനസ്സിലാക്കി തരാനോ? ഭഗവാൻ പറയാണ്, നിങ്ങൾ ഈ കാളിന്തിയിൽ വിവസ്ത്രരായിട്ട് ഇന്ന് കുളിച്ചത് തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന് മുകളിൽ കയറി വന്ന് എന്നെ സ്തുതിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരാം. ഇത് കേട്ടാൽ ബാക്കിയുള്ളവർക്ക് എന്തു തോന്നും? ഇങ്ങനെ ഒരു വിവസ്ത്രരായിട്ട് വരുമെന്ന് പറഞ്ഞാൽ വിവസ്ത്രരായിട്ട് വരിക എന്നല്ല അർത്ഥം. നമ്മളിൽ കുറേ ആവരണങ്ങളുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ, ഒരു പ്രഭാഷകൻ പറഞ്ഞല്ലോ, അന്നമയ കോശം, മനോമയ കോശം, ആനന്ദമയ കോശം, വിജ്ഞാനമയ കോശം, ഇങ്ങനെ 5 കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെയൊക്കെ നമ്മൾ ബന്ധിക്കണം, അതിനൊക്കെ ഇല്ലാതാക്കണം. ബന്ധിക്കില്ല, അതിനൊക്കെ അനാവരണം ചെയ്യണം എന്നാണ്. ഈ കോശ അതീതമാണ് നമ്മുടെ ആത്മാവ്. ആത്മാവാണ് സത്യം.
അതാണ് ഈ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ഭൂമിർന്ന തേജോ ന വായു. ആരാ ഞാൻ? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ അഗ്നി, ഞാൻ മറ്റേ ഭൂമിയല്ല, ആകാശമല്ല, വായുവല്ല, മനസ്സല്ല, അഹങ്കാരമല്ല, ഒന്നുമല്ല. ചിദാനന്ദരൂപ, ഞാൻ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, എന്നെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണ് ഞാൻ ശരീരമല്ല. ഈ ശരീരബോധം ഇല്ലാതാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിവസ്ത്രരായിട്ട് വരണം. അപ്പോൾ ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ 5 ആവരണങ്ങളാണ്. ഈ ആവരണങ്ങളെ നമ്മൾ നീക്കണം. അനാവരണം ചെയ്താലേ ഭഗവാൻ നമ്മിൽ പ്രകാശിക്കൂ, ഭഗവാന്റെ പ്രസാദം നമ്മളിൽ ലഭിക്കൂ എന്ന് മനസ്സിലാക്കി തരാണ് ആ ലീല കൊണ്ട്. ഭഗവാന്റെ ആ വസ്ത്രം കൊണ്ടുപോയിട്ട് ഓടക്കുള്ളി വിളിച്ച് അവരെ സ്വീകരിച്ചതിലുള്ള ആ തത്വം അതാണ് നമ്മുടെ ഉള്ള കോശങ്ങളെയൊക്കെ ആവരണം ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ ഗോപന്മാർ ബലരാമനെ കൊണ്ടുപോയില്ല. എല്ലാവരും കൂടി പശുക്കളെ മേയ്ക്കാൻ അങ്ങോട്ട് പോയി കുറേ ദൂരം ചെന്നപ്പോൾ അവിടെ കാളിന്തി നദിയിൽ ഉച്ചവെയിൽ ദാഹം കൊണ്ട് ഗോപന്മാരും പശുക്കളൊക്കെ വെള്ളം കുടിച്ച് അവരൊക്കെ മരിച്ചുപോയി. കണ്ണനാണെങ്കിലോ ഇവരെ അന്വേഷിച്ചപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് മനസ്സിലായി എന്ത്, ഈ കാളിന്തിയിലെ അധിവസിക്കുന്ന കാളിയൻ്റെ വിഷജ്വാല കൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്. അതുകൊണ്ട് ആലോകനേന അമൃതവർഷിണാശു സഞ്ജീവയാമാസ സരോജനേത്ര. ആ സരോജനേത്രനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ഒരു കടാക്ഷം കൊണ്ട് ആ ഗോപന്മാരെയും പശുക്കളെയൊക്കെ രക്ഷിച്ചു, ജീവിപ്പിച്ചു. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ കാളിയൻ ഭഗവാൻ ഇങ്ങോട്ട് ചുറ്റി വരിഞ്ഞു. കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുറ്റി വരിഞ്ഞു. അവസാനം ആ വരിഞ്ഞിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഭണങ്ങളിൽ നൃത്തം ചെയ്തു എന്നാണ്. നൃത്തം ചെയ്തപ്പോഴോ ഓരോ പണങ്ങളും നമതിയദ്യതമുഷ്യശിരോഹരെ, ഒരു പണം പൊന്തുമ്പോൾ അത് ചവിട്ടും, പിന്നത്തെ പൊന്തും അപ്പോൾ ചവിട്ടും. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാമക്രോധലോപമോഹമത മാത്സര്യാദികൾ, പൈശൂന്യങ്ങൾ മുതലായിരിക്കുന്ന എന്തൊക്കെ ദൂഷണങ്ങളുണ്ടോ അതൊക്കെയാണ് ഈ ഭണങ്ങൾ. ഈ ഭണങ്ങളിൽ ഭഗവാൻ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തി കുറേ കഴിഞ്ഞപ്പോൾ ഭണങ്ങളൊക്കെ താഴ്ന്നു, അഹങ്കാരമൊക്കെ നശിച്ചു, രക്തം ഛർദ്ദിച്ചു. അപ്പോഴാണ് നാഗപത്നിമാർ വന്ന് സ്തുതിക്കുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങ് ലോകരക്ഷയ്ക്ക് വേണ്ടി അവതരിച്ചിട്ടുള്ള ആളല്ലേ, അതുകൊണ്ട് അങ്ങ് ഇദ്ദേഹത്തിൽ ചെയ്തിട്ടുള്ള ഇത് ഒരു അപരാധമേ അല്ല, ഇദ്ദേഹത്തിന് അനുഗ്രഹമാണ് കൊടുത്തത്. ചക്രവർത്തിയായിട്ടുള്ള മഹാബലിക്ക് പോലും അങ്ങയുടെ പാദസ്പർശം ഒരു തവണയുണ്ടായുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ശിരസിലോ എത്ര തവണയാണ് അങ്ങയുടെ പാദസ്പർശം ഉണ്ടായത്? അങ്ങയുടെ പാദസ്പർശത്തിൻ്റെ മഹത്വം എന്താ? നാഗപൃഷ്ടം ന ജപാരമേഷ്ട്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ വാഞ്ചന്തിയത് പാദരജ പ്രപന്നാഹ. അങ്ങടെ ആ പാംസുക്കളെ ഏൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഏത് ആധിപത്യം, സ്വർഗലോകാധിപത്യമോ നാഗലോകാധിപത്യമോ അസുരലോകമോ ഒന്നും, യോഗസിദ്ധീഹി അപുനർവ, മോക്ഷം പോലും അവർക്ക് ആഗ്രഹമില്ല എന്ന്. അതുകൊണ്ട് ഇദ്ദേഹം ഞങ്ങളുടെ പ്രാണനാണ്, രക്ഷിക്കണേ ഭഗവാൻ, ഞങ്ങളുടെ പ്രാണനെ അപഹരിക്കരുതേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാൻ ആ കാളിയനെ അവിടുന്ന് പറഞ്ഞയച്ചു രമണകദ്വീപിലേക്ക് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോപമോഹ മതമാത്സര്യാദികളായിരിക്കുന്ന എല്ലാം അങ്ങോട്ട് പോയിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിക്കാൻ. എനിക്കൊന്നും വേണ്ട, മോക്ഷം പോലും വേണ്ട, മോക്ഷം തരല്ലേ ഭഗവത് വിയോഗം, വേണമെങ്കിൽ എന്നെന്നും വശിച്ചു കൊള്ളാം എന്നാണ് അപേക്ഷിച്ചത് ഗോപിമാർ. ആ ഗോപിമാർ പ്രാർത്ഥിച്ചത് എന്താ? ഞങ്ങൾക്ക് മോക്ഷമൊന്നും വേണ്ട, കണ്ണൻ്റെ വിയോഗം ഞങ്ങൾ സഹിച്ചോളാം, എന്നാലും ഞങ്ങൾക്ക് മോക്ഷം വേണ്ട, ഞങ്ങൾ ഭഗവാനെ ആലോചിച്ച് ചിന്തിച്ച് ജീവിച്ചോളാം എന്നാ. അത്രയും ഭഗവത് ഭക്തിയാണ്, മഹത്വം എന്ന് പറഞ്ഞു തരികയാണ് ആ കാളിയ മർദ്ദനം കഥയിൽ നിന്ന്. അങ്ങനെ അത് കഴിഞ്ഞു ഭഗവാൻ ഇന്ദ്രൻ്റെ ആ ഗോവർദ്ധന പർവ്വത ഉദ്ധാരണം കഥ എല്ലാവർക്കും അറിയാലോ. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ ദേവനാണ്, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. ആ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന ആ ഭ്രമമാണ് ഈ ഇന്ദ്രനിലൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ആ പർവ്വതത്തെ, സംസാരമാകുന്ന സമുദ്രത്തിൽ കിടക്കുന്ന ആ പർവ്വതത്തെ ഭഗവാൻ ഉയർത്തിയെടുക്കുക ചെയ്യുന്നത് ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട്. പക്ഷേ ആ ഇന്ദ്രൻ്റെ ഗർവ് ശമിപ്പിക്കാനായിരുന്നു ഭഗവാനെ ചെയ്തത്. ഗോപന്മാരെ കൂടി ഒരു പൂജ തയ്യാറാക്കിയപ്പോൾ എന്തിനാ അച്ഛാ ഇങ്ങനൊരു പൂജ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, നമുക്ക് എല്ലാ വർഷവും മഴ തരുന്നത് ഇന്ദ്രനല്ലേ, അതുകൊണ്ട് ആ ഇന്ദ്രന് യാഗം കൊടുക്കണം, മഴ പെയ്താലേ നല്ലപോലെ കൃഷി ഉണ്ടാവുള്ളൂ, ഈ പുല്ലുണ്ടാവുള്ളൂ പശുക്കൾക്ക്, അതുകൊണ്ട് യാഗം ചെയ്യേണ്ടത് ഈ ഇന്ദ്രനെ യാഗം ചെയ്യണം. അച്ഛാ ഈ കർമ്മണൈവകി സംസരി, കർമ്മം ചെയ്താലേ നമുക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാവുള്ളൂ. ഈ കർമ്മകർത്താവായിട്ടുള്ള ആള് ഇന്ദ്രനെ നമുക്ക് ആർക്കെങ്കിലും നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതമല്ലേ, അതുകൊണ്ട് ഇന്ദ്രനെ സമർപ്പിക്കുന്ന യാഗമൊക്കെ ഈ ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്തോളൂ. മാത്രമല്ല
എല്ലാവരെയും ആദരിക്കുക. ബ്രാഹ്മണരെ ഇങ്ങനെ വർഗഭേദമൊന്നുമില്ലാതെ എല്ലാവരെയും ആദരിക്കുകയാണ് വേണ്ടത്. ഒരാളെങ്ങനെ പ്രശസ്തിയിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രനെ തിരി ഗർവുണ്ട്, അത് ശമിപ്പിക്കാനായിരുന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ അവരെല്ലാവരും യാഗം ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്തു. അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തിന് യാഗം ചെയ്തപ്പോൾ ഇന്ദ്രന് ദേഷ്യം വന്നു. ഇന്ദ്രിയങ്ങൾ ഓരോരുത്തർക്കും ദേഷ്യമായി. പോയി ചെല്ലൂ, ആ വൃന്ദാവനത്തിൽ മുഴുവൻ മഴ പെയ്യിക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള മേഘങ്ങളൊക്കെ ചെന്ന് മഴ പെയ്യിക്കൂ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ മേഘങ്ങളും അഹങ്കാരത്തോടെ വന്ന് മഴ പെയ്തു തുടങ്ങി. 7 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തു, പ്രളയം വന്നു. അപ്പോൾ ഭഗവാനെ എന്താ കണ്ണ, യാഗം മുടക്കിയ കാര്യം ഇന്ദ്രൻ കോപിച്ചിട്ടല്ലേ, അതുകൊണ്ട് എന്താണ് ചെയ്യുക? ഏയ്, ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ പറയും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ രക്ഷിക്കുന്നു കാണിച്ചു തരാണ്, ഒട്ടും ഭയപ്പെടണ്ടെന്ന് പറഞ്ഞാൽ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയെടുത്തു എന്നാണ് പറയുന്നത്. ഉയർത്തിയെടുത്തത് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കൊള്ളാൻ പറഞ്ഞു. എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ സംസാരത്തിൽ മുങ്ങിക്കിടന്ന് വിഷയസുഖങ്ങളിൽ മുങ്ങിക്കിടന്ന് കിടക്കുന്ന മനസ്സിനെ ഭഗവാൻ പൊക്കിയെടുത്ത് തരികയാണ്. കാണിച്ചു തരണം ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട്. അപ്പോൾ അഹങ്കാരം, ഇന്ദ്രൻ്റെ അഹങ്കാരം തീർന്നു. 7 ദിവസം വന്ന് നോക്കിയപ്പോൾ ഇവരൊക്കെ സുഖമായിട്ട് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഇന്ദ്രൻ്റെ ഗർവമൊക്കെ തീർന്ന് ഇന്ദ്രൻ വന്ന് സ്തുതിക്കുകയാണ്. വിശുദ്ധ സത്വം, അങ്ങ് സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. അജ്ഞനായിട്ടുള്ള ഞാൻ, അങ്ങാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചേർത്തത്. അങ്ങയെ മറന്ന് ഞാൻ അങ്ങയെ പരീക്ഷിക്കാൻ നോക്കിയത് തെറ്റായിപ്പോയി. ഭഗവാനെ ഞാൻ ചെയ്ത് പൊറുക്കണേ എന്ന് ഇന്ദ്രനെ സ്തുതിച്ചു. അപ്പോൾ ഇന്ദ്രനോട് പറയാണ്, നിങ്ങൾക്കൊക്കെ ഒരേ ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, ആ ജോലി നന്നായിട്ട് ചെയ്താൽ പോരെ, എന്തിനാ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം? അത് തന്നെയാണ് നമ്മളോടും പറയണത്. നമുക്കൊക്കെ ഓരോ ധർമ്മമുണ്ട്, ഓരോ കർമ്മമുണ്ട്. ആ കർമ്മവും ധർമ്മവും ഭംഗിയായിട്ട് നിർവഹിക്കലാണ് നമ്മുടെ ജോലിയെന്ന് ഇന്ദ്രനോട് പറഞ്ഞ് ഇന്ദ്രനെ സന്തോഷമായിട്ട് യാത്രയാക്കി. അപ്പോൾ സന്തുഷ്ടനായിട്ടുള്ള ഇന്ദ്രൻ, ഗർവമൊക്കെ തീർന്ന ഇന്ദ്രൻ മുനിമാരോട് വന്ന് ആകാശഗംഗയിലെ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. അപ്പോൾ നമ്മുടെ സുരഭി പശു വന്നിട്ട് പറയാണ്, ഭഗവാനെ അങ്ങല്ലേ ഞങ്ങളെ രക്ഷിച്ചത്, ആ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചു, ബ്രഹ്മാവിൻ്റെ അടുത്തു നിന്ന് രക്ഷിച്ചു, എല്ലാ തരത്തിലും ഞങ്ങളെ രക്ഷിച്ചത് അങ്ങാണ്, അതുകൊണ്ട് അങ്ങക്ക് ഞാൻ എൻ്റെ അഭിഷേകം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. എല്ലാവരും ഭഗവാനെ ഗോവിന്ദൻ 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 എന്ന് വിളിച്ചു എന്നാണ് പറയണത്. ഇങ്ങനെ ഈ വൃന്ദാവനത്തിൽ അനേകം ലീലകളാടി. ഒരു ലീലകളുണ്ട്, സമയം കഴിയാറായതുകൊണ്ട് ആ ലീല നിർത്തുകയാണ്. എന്താണ് ആ ലീല? നമ്മുടെ രാസലീല. അപ്പം എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചു. ആസുരീയ വൃത്തികളായിരുന്ന കാമക്രോധ ലോഭ മോഹ മമത അഹന്താദികളെയൊക്കെ ജയിച്ചു. ദൈവിക വൃത്തികളായിരിക്കുന്ന ബ്രഹ്മ, ബുദ്ധിയുടെ ദേവത, ഇന്ദ്രിയങ്ങളുടെ ദേവത, ജലത്തിൻ്റെ ദേവത ഒക്കെ ജയിച്ചു എന്നാ. അപ്പോഴാണ് നമുക്ക് കാമവാസന അറിയാതെ നമുക്ക് ഗുണങ്ങൾ വരും, കാമവാസന വരും. ആ കാമനയും കൂടി ജയിക്കണം എന്നാണ് കാമദേവൻ ഭഗവാനോട് പറഞ്ഞത്രേ. ഇവരെയൊക്കെ ജയിച്ചില്ല, എന്നെ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അതിനു വേണ്ടി നടത്തിയൊരു ലീലയാണ് രാസലീല. ആ രാസലീലയിൽ എന്താണ് പറയുന്നത്? ഭഗവാൻ ഓരോരോ ഗോപിമാരുടെ ഇടയിലും ഓരോരോ കൃഷ്ണനായിന്ന. എന്താ അതിൻ്റെ അർത്ഥം? ഭഗവാൻ ഇടത്തു നിൽക്കില്ല. എവിടെയാണോ ഭഗവാനെ വിളിക്കുന്നത് അവരുടെ അടുത്തേക്ക് ഭഗവാൻ എത്തിച്ചേരും, യാതൊരു സംശയമില്ല. എല്ലാവരും ഭഗവാനെ ഭജിക്കൂ 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 എന്ന് മനസ്സിലാക്കി തരാം. അങ്കനാമന്തരേ മാധവ മാധവം മാധവം ചാന്തരേണങ്കന ഇത്തമാകൽപ്പിതേ മണ്ഡലേ മധ്യഗ സഞ്ജഗോ വേണുനാ ദേവകീ നന്ദന. ഓരോരോ ഗോപികമാരുടെ ഇടയിൽ നിന്ന് അപ്പോൾ ഓരോ ജീവാത്മാവിനെയും പരമാത്മാവ് തന്നിലേക്ക് കൊണ്ടുവരും എന്ന് മനസ്സിലാക്കി തരുന്ന ആ രാസലീല, ആ ഭഗവാന്റെ ആ അദ്ഭുത ലീല വിസ്തരിച്ച് പറയാൻ സാധിച്ചില്ല. അജ്ഞതയുമുണ്ട്, കഴിയുന്ന പോലെ ഞാൻ പറയാൻ സാധിച്ചു. ഗുരുകാരുണ്യം കൊണ്ട് ഇതൊക്കെ പറയാൻ എനിക്ക് സാധിച്ചു. ഇതിൽ അനേകം തെറ്റുകളുണ്ടാവാം. ആ തെറ്റുകളൊക്കെ എൻ്റെ സ്വന്തമായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവത് കാരുണ്യവും ഗുരുകാരുണ്യവുമായി കരുതണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രവക്തൃപീഠത്തിൽ ഇരിക്കാനുള്ള അവസരം കിട്ടിയതിൽ ഭഗവാനോട് കൃതജ്ഞത പറയാണ്. കൃതജ്ഞത ഭഗവാനോട് പറയേണ്ട ആവശ്യമില്ല, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ആളാണ്. എന്നാലും അതൊരു ചടങ്ങാണല്ലോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതം അവിഹിതം വാ സർവമേധക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ച അതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ സജ്ജനങ്ങളുടെ തൃപ്പാദങ്ങളിലും ഞാൻ മൂടി നമസ്കരിക്കുകയാണ്.